കൂടി ബാപ്പയമ്മ ഉമ്മയും മക്കളും എന്താ ചെയ്യേണ്ടത്? അല്ലെ മൂത്തക്കാക്കയെ മക്കളും ഉമ്മ മരിച്ചു പോയിട്ടുണ്ട്, മൂത്തക്കാക്കയെ മക്കളും. അപ്പോൾ മൂത്തക്കാക്ക അഞ്ചന്മാരും എല്ലാവരും കൂടെ മൂത്താളും അഞ്ചാളും യോഗം കൂടി. അപ്പോൾ ഒരാൾ പറയും, അതിലിപ്പോ എന്തിനാ കൂടുതൽ ആലോചിക്കുക, ഈ വിഷയം നമ്മളെ ബാപ്പുള്ള കാലത്താണ് ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെയായിരിക്കും ബാപ്പ ചെയ്യുക. ഓ അവരങ്ങനെ തന്നെ ചെയ്യേണ്ടത്, അതെല്ലാവർക്കും ശരിയാണ്, ബാപ്പ ഉണ്ടെങ്കിൽ അങ്ങനെ തന്നെ ചെയ്യാം, എന്നാ അങ്ങനെ ചെയ്താൽ മതി. അപ്പോൾ മരിച്ചു 25 കൊല്ലം കഴിഞ്ഞു, 30 കൊല്ലം കഴിഞ്ഞു, ഇപ്പോഴും ഇമാമ് ബാപ്പന്നെ വജഅൽനാലിൽ മുത്തഖീന ഇമാമ. പറഞ്ഞല്ലോ, ഞങ്ങളോട് പറഞ്ഞല്ലേ എൻ്റെ വല്യാപ്പയാണ് എൻ്റെ ഇമാമ്. ഇവിടെ പറഞ്ഞില്ലേ, ഈ ഭൂമിയിൽ എത്ര ദിവസം ഞാൻ ഇരുന്നിട്ടുണ്ടോ അത്ര ദിവസം എൻ്റെ ഇമാമിൻ്റെ വല്യാപ്പയാണ് ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. ആണ് എൻ്റെ വല്യാപ്പാനെ പോലത്തെ ഇമാം എനിക്കില്ല, എൻ്റെ വല്യാപ്പൻ എൻ്റെ ഇമാം. ഞാൻ ഷാഫി ഇമാമിനെ പറ്റി പറയല്ല, ഞാനൊരു മനുഷ്യനെ കണ്ടുപിടിച്ചത് എൻ്റെ വല്യാപ്പയാണ്. അത് വിവരമുള്ള ആളൊന്നും അല്ലതാണ്, ഒരു നാടൻ വല്ലാക്കിയിരുന്നു എൻ്റെ വല്യാപ്പ. ദീനിൻ്റെ നിറകൂടെയായിരുന്നു. ദീൻ എന്താന്ന് അങ്ങനെ ദീന് നടന്നോണ മനുഷ്യൻ എൻ്റെ വല്യാപ്പായിരുന്നു എൻ്റെ ഓർമ്മയിൽ. അള്ളാഹു മഗ്ഫിറത്ത് കൊടുക്കട്ടെ, അള്ളാഹു മഗ്ഫിറത്ത് കൊടുക്കട്ടെ. നേര് പറയാം, എനിക്ക് എൻ്റെ വല്യാപ്പാനെ പറ്റി പറഞ്ഞ 1000 നാവാണ്. അതുകൊണ്ടെങ്കിലും ആ കൂട്ടത്തിൽ പോയെങ്കിലും പഠിച്ചാൽ തൗഫീഖ് ചെയ്യട്ടെ, ഞാൻ സത്യം പറയാം. അപ്പൊ ഈ മാമാണല്ലോ നമ്മൾ മുത്തഖിയായ മതി, വലിയ പേരല്ല ഇമാമ. അപ്പൊ മരിച്ചു. കുടുംബത്തിൽ കാക്കാന്റെ മകളെ കൊല്ലം കുറയാൻ കഴിഞ്ഞു, 25-30 കൊല്ലായി. ആ കാക്കാന്റെ മകൾക്കൊരു കല്യാണം ഉണ്ടായി. ഒരു അത്യാവശ്യം ഗൾഫും പൈസയും കാര്യവും ഒക്കെ ഉണ്ട്, വലിയ തറവാട്ടിൽ നിന്നാണ്. പക്ഷെ ചെക്കൻ അത്ര പോരാ, എന്നാലും കെട്ടിച്ചു കൊടുക്കണം എന്നുണ്ട്. നല്ല ബിസിനസ്സാണ്, നല്ല LLB പാസ്സായതാണ്, എല്ലാം ഉണ്ട്, ഒക്കെ ഉഷാറാണ്. എന്താ വേണ്ടത്? കഴിച്ചിട്ട് മതിരിച്ചിട്ട് തുപ്പാൻ ഏതായാലും പറ്റില്ല, അതുകൊണ്ട് എന്താ ചെയ്യുക? അപ്പോൾ കൂട്ടം കൂടി. അപ്പോൾ ഒരാൾ പറഞ്ഞു, ഉമ്മ പറഞ്ഞു, അല്ലെങ്കിൽ അഞ്ചൻ പറഞ്ഞു, അല്ലെങ്കിൽ കാക്കന്നെ പറഞ്ഞു, നമ്മളിപ്പോൾ ഇത് കൂട്ടം കൂടേണ്ട ആവശ്യം എന്താ? ഇങ്ങനത്തെ ഒരു കല്യാണ അന്വേഷണം നമ്മളെ ബാപ്പാനുള്ള കാലത്താണ് ഉണ്ടായിരുന്നെങ്കിൽ ബാപ്പ അത് കെട്ടിച്ചെടുക്കില്ല. കാരണം ബാപ്പാക്ക് വിഷയം പൈസ അല്ല, ദീനാണ്. ആയിക്കോട്ടെ, എന്നാൽ അങ്ങനെ തീരുമാനിക്കാം. ബ്രോക്കറെ വിളിച്ച് പറഞ്ഞു, നിങ്ങൾ ഞങ്ങളോട് പറഞ്ഞിട്ടില്ല, ഞങ്ങളോട് കേട്ടിട്ടില്ല, ഞാൻ വിഷയം സംസാരിക്കണ്ട, കഴിഞ്ഞു. അതാണ് ആ രൂപത്തിൽ സംവിധാനം കുടുംബത്തിൽ നടക്കണം. അതാണ് ഭാഗ്യം, അതാണ് ഭാഗ്യം. അങ്ങനെയുള്ള ഭാഗ്യക്കാരുണ്ടായിരുന്നു. ഒരു ഭാഗ്യക്കാരനെ ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ വല്യാപ്പന്നെ. നിങ്ങൾക്ക് വല്യാപ്പാരൊക്കെ അങ്ങനെ ഉണ്ടായിരിക്കാം. അള്ളാഹു എനിക്കറിയുന്ന പല ആളുകളും ഈ കോഴിക്കോടിൻ്റെ സ്വാലിഹ്യങ്ങളായ മനുഷ്യന്മാർ. ഞാൻ മനോരമയുടെ നമ്മുടെ കുട്ടികൾ നമ്മളറിയാതെ എന്ന ഫീച്ചർ വായിക്കാം. ഇടുക്കി ജില്ലയിൽ വിനോദയാത്രക്കിടയിൽ വെള്ളച്ചാട്ടത്തിൽ കുളിച്ച കൂട്ടുകാരിയുടെ ചിത്രം ചില ബിരുദന്മാർ ആദ്യം മൊബൈലിലേക്കും പിന്നീട് കമ്പ്യൂട്ടറിലേക്കും മാറ്റി. മോർഫ് ചെയ്ത ചിത്രം 1 മാസം കഴിഞ്ഞ് പിക്ചർ മെസ്സേജായി എത്തിയപ്പോഴാണ് പെൺകുട്ടി വിവരമറിഞ്ഞത്. ചിത്രങ്ങൾ വ്യാപകമായി പ്രചരിച്ചതോടെ ആത്മഹത്യക്ക് ശ്രമിച്ച കുട്ടി, മാനസിക നില തെറ്റിയ വിദ്യാർത്ഥിനി ഇപ്പോൾ ബാംഗ്ലൂരിൽ ചികിത്സയിലാണ്. ഒരു റിപ്പോർട്ട്. സ്കൂളിന് സമീപത്തെ കടകളിലും സ്കൂളിലേക്കുള്ള യാത്രാവാഹനങ്ങളുടെ ഡ്രൈവർമാരുടെ പക്കലുമൊക്കെ അന്വേഷിക്കുക. വെറും 50ഉം 100ഉം വരെ മൊബൈൽ ഫോണുകൾ സൂക്ഷിക്കുന്ന സ്ഥലങ്ങളുണ്ട് സ്കൂളിന്റെ പരിസരത്ത്. ഈ മൊബൈൽ ആര് വാങ്ങിക്കൊടുത്തു? ഈ മൊബൈൽ ആരാ വാങ്ങിക്കൊടുത്തത്? ബാപ്പ. കുട്ടികളുമായി ബന്ധപ്പെട്ട മൊബൈൽ കുറ്റകൃത്യങ്ങളുടെ കേന്ദ്രബിന്ദു ഇത്തരം കേന്ദ്രങ്ങളാണ്. കുട്ടികൾ സൂക്ഷിക്കാൻ ഏൽപ്പിച്ചു പോകുന്ന മൊബൈൽ ഫോണിന്റെ രഹസ്യ വിവരങ്ങൾ തിരയുന്നവരാണ് സൂക്ഷിപ്പുകാരിലേറെയും. തമാശക്കും മറ്റും സ്വന്തം രഹസ്യഭാഗങ്ങൾ മൊബൈലിൽ ഷൂട്ട് ചെയ്ത് സൂക്ഷിക്കുന്ന സ്വഭാവമുള്ള കുട്ടികളുണ്ട്. ഇത്തരം സ്വകാര്യ ദൃശ്യങ്ങൾ കണ്ടെത്തുന്ന കഴുകന്മാർ അത് പകർത്തിയെടുത്ത് പരസ്യമാക്കും. പകർത്തിയ ശേഷം കുട്ടിയെ ബ്ലാക്ക്മെയിൽ ചെയ്ത് അനാശാസ്യങ്ങൾക്ക് പ്രേരിപ്പിക്കും. അനവധി സംഭവങ്ങൾ ഇതിൽ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അനവധി നമ്മളെ കോഴിക്കോട്ട് നിന്ന് അനവധി ഇഷ്ടം പോലെ കുട്ടികളുടെ മൊബൈൽ പ്രണയം ഒളിച്ചോടിയ യുവതി പോലീസ് പിടിയിൽ. മാവൂർ. ഒരാഴ്ച മുമ്പ് കാണാതായ യുവതിയെ പോലീസ് പിടികൂടി. കഴിഞ്ഞ വെള്ളിയാഴ്ച രാവിലെയാണ് ആസ്പത്രിയിലേക്കെന്ന് പറഞ്ഞ് വീട്ടിൽ നിന്നിറങ്ങിയ 2 കുട്ടികളുടെ മാതാവുമായ യുവതിയെ കാണാതായത്. 2 കുട്ടികൾ ഉമ്മയാണ്. അതിനുശേഷം ഇവരെ മാവൂർ പോലീസിൽ പരാതി നൽകിയിരുന്നു. തുടർന്ന് പോലീസ് അന്വേഷണം നടത്തിയെങ്കിലും യാതൊരു തുമ്പും കിട്ടിയതില്ല.
അതിനിടയിൽ യുവതിയുമായി ബന്ധമുള്ള സംശയത്തിൽ ചിലരെ ചോദ്യം ചെയ്തെങ്കിലും അവർക്ക് പങ്കില്ലെന്ന് കണ്ടെത്തി. യുവതിയുടെ മൊബൈൽ ഫോണിലേക്ക് വന്ന കോളുകൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണമാണ് ഇവരെ കണ്ടെത്താൻ സഹായിച്ചത്. ദിവസങ്ങളോളം പ്രവർത്തനം നിലച്ച ഫോൺ കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് പ്രവർത്തിക്കുന്നതായി കണ്ടെത്തിയിരുന്നു. മാവൂർ എസ് ഐ രാജേഷ് കുമാറിന്റെ നേതൃത്വത്തിൽ നടത്തിയ അന്വേഷണത്തിൽ നെടുമങ്ങാട് സ്വദേശിയായ സുഭാഷിനോടൊപ്പം യുവതിയെ കണ്ടെത്തി. പെണ്ണിന്റെ പേര് ഇതിൽ പറഞ്ഞിട്ടില്ല എന്നേ ഉള്ളൂ. മുത്തുനബിയുടെ ഉമ്മത്തിൽപ്പെട്ടതാണ്. മുത്തുനബിയുടെ ഉമ്മത്തിൽപ്പെട്ടതാണ്. കൊണ്ടുപോയത് സുഭാഷുവാണ്. കൂടുതൽ സംസാരിക്കണില്ല, ചിന്തിക്കാം. എത്ര 1.5 വയസ്സായ കുട്ടിയുണ്ട്. എന്താണ് നമ്മുടെ സാഹചര്യം? നമ്മൾ ചിന്തിക്കും, ചിരിച്ച് തള്ളാവുന്ന ഈ കോൺക്രീറ്റ് കാർഡ് ഉണ്ടായിട്ട് നമുക്ക് എന്താ കാര്യം? ഈ കോൺക്രീറ്റ് കാർഡ് ഉണ്ടായിട്ട് നമ്മൾ എന്ത് നേടി? നമ്മൾ ചിന്തിക്കണം. ഇതൊക്കെ നിർത്തണം എന്ന് പറയല്ല, പക്ഷേ നിർത്തിയാലും നിർത്തിയിട്ടില്ലെങ്കിലും ഇത് നമ്മളെ ബാധ്യതയാണ്. മറ്റൊന്നും നമ്മളോട് ചോദിക്കൂല. തിന്നാൻ കൊടുക്കുന്നതിൽ കമ്മി എന്നാൽ പോലും നമ്മളോട് ചോദിക്കൂല. കാരണം തിന്നാൻ കൊടുക്കുന്നതിൽ കുറച്ച് കമ്മി വരുത്തിയാളാ മുഹമ്മദ് നബി. 2 മാസമൊന്നും വീട്ടിൽ തീ പുകയില്ല. 2 മാസം വീട്ടിൽ തീ പുകയില്ല. അങ്ങനത്തെ വീടായിരുന്നു റസൂലുള്ളാഹിയുടെ വീട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നാൽ ലോകത്തെ ഏറ്റവും വലിയ മാതൃകാ വീട് റസൂലുള്ളാഹിയുടെ വീടാ. ഒരു റൊട്ടി കഷ്ണം മോള് കൊടുത്തപ്പോ പറഞ്ഞു, മോളെ 3 ദിവസമായിട്ട് വായിലിട്ടൊരു സാധനം ചവക്കാനായല്ലോ. പുണ്യ റസൂൽ 3 ദിവസമായിട്ട് വായിലിട്ട് ചവക്കാനായല്ലോ. കല്ല് കെട്ടിട്ടാണ് പള്ളിയിൽ ഇന്ന് ക്ലാസ് എടുക്കുക. റമളാനിലല്ല, അല്ലാത്ത കാലത്ത് കല്ല് വയറ്റ് കെട്ടിട്ട് ക്ലാസ് എടുക്കുക. ഒരു ഹന്തക്കല് മാത്രമൊന്നല്ല, മിക്കവാറും ദിവസം അങ്ങനെയായിരുന്നു. അനസ് റളിയല്ലാഹു അൻഹു പറയുന്നു, റസൂലുള്ളാഹി കല്ല് വയറ്റ് കെട്ടിയിട്ട് ക്ലാസ് എടുക്കുന്നത് ഞാൻ കണ്ടു. ഒരുപാട് സ്വഹാബികൾ മുന്നിലും ഉണ്ട്. എല്ലാരും ഖുർആൻ പഠിക്കുകയാ. എനിക്ക് കാര്യം മനസ്സിലായില്ല. ഞാൻ ചെറിയ കുട്ടിയല്ലേ. ഞാൻ എൻ്റെ അടുത്തിരിക്കുന്ന ഉസാമയെ തോണ്ടി ഉസാമ കല്ല് വെച്ചിട്ട് എന്റെ നബി വയറ്റ് കെട്ടിയിട്ടുള്ളത് എനിക്ക് മനസ്സിലാകുന്നില്ലല്ലോ. എന്താണ് ഉസാമ എന്ന് ഞാൻ ഉസാമയോട് ചോദിച്ചു. ഫഖാല, അപ്പൊ ഉസാമ മെല്ലെ എന്റെ ചെവി പറഞ്ഞു, മിൻ ജൂഇ റസൂലില്ലാഹ്, നബിയുടെ വിശപ്പ് തന്നെ. ഞാൻ പള്ളിയിൽ നിന്ന് ഇറങ്ങി ഓടി ഉമ്മന്റെ അടുത്ത് എന്നിട്ട് ഉമ്മയോട് പറഞ്ഞു, ഉമ്മേ പിന്നെ ശദ്ദൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബത്നഹു ബിൽ ഹിജാറതി മിനൽ ജൂഇ. ഉമ്മ അല്ലാഹുവിന്റെ ഹബീബ് വിശപ്പ് കാരണം കല്ല് വെച്ച് കെട്ടിയാണ് പള്ളിയിൽ ക്ലാസ് എടുക്കുന്നത് എന്ന് ഞാൻ പോയി എന്റെ ഉമ്മയോട് പറഞ്ഞു. ഒന്ന് സയ്യിദുനാ അനസ് റളിയല്ലാഹു അൻഹു. ചിന്തിക്കും, ഞങ്ങൾ വീട്ടിലാകെ തെരഞ്ഞു ഒരു കഷ്ണം ഉണക്ക റൊട്ടിയെ കിട്ടിയത്. എന്ത് ചെയ്യും? നിങ്ങൾ ചിന്തിക്കണം. മുഅ്മിനീങ്ങളെ, ഓരോ ദിവസത്തെ പത്രത്തിൽ എന്താണ്, ഓരോ ദിവസവും മോയിൻകുട്ടി മാഷ് ഇന്നത്തെ പത്രം ഞാൻ ഇത് കണ്ടിട്ടില്ല. ഇതെന്നൊന്ന് പുതിയ പഴയതൊന്നും എടുത്തോക്കേണ്ട ആവശ്യമില്ല. ഒരു പ്രഭാഷകരൊക്കെ പഴയ കട്ടിങ്ങൾ എടുത്തൊക്കെ പഴയ കാലത്ത് ഇന്നതിന്റെ ആവശ്യമില്ല. അന്നത്തെ പത്രം നോക്കിയാൽ മതി. അതെന്നെ എത്രയാ കുട്ടികളുടെ മൊബൈൽ ഫോണിൽ ഉപയോഗിക്കാനായി നീലചിത്ര ക്ലിപ്പിങ്ങുകൾ അടങ്ങിയ മെമ്മറി കാർഡുകൾ വിൽക്കുന്നവരേറെ. കുട്ടികൾക്ക് പുതിയ ദൃശ്യങ്ങൾ കിട്ടാൻ പകരം മറ്റൊന്ന് നൽകുന്ന സമ്പ്രദായമുണ്ട്. ദൃശ്യങ്ങൾ കിട്ടാതെ വരുമ്പോൾ സ്വന്തം വീട്ടിലും അയൽപ്പക്കത്തെ കുളിമുറിയിലും വരെ മൊബൈൽ ഫോണുകളുമായി ഒളിച്ചു കയറുന്നിടത്തേക്ക് കുട്ടികളെ എത്തിക്കുന്നതും ഇതൊക്കെയാണ്. മധ്യ കേരളത്തിൽ 9ാം ക്ലാസ് വരെ ഉയർന്ന മാർക്ക് വാങ്ങിയിരുന്ന കുട്ടി 10ാം ക്ലാസ്സിലെത്തിയപ്പോൾ പെട്ടെന്ന് ഉഴപ്പനായി. ആരോടും അധികമൊന്നും സംസാരിക്കാതെയായി. സ്കൂളിൽ വരുന്നതും കുറഞ്ഞു വന്നു. വാർഷിക പരീക്ഷയ്ക്ക് 1 മാസം മുമ്പ് വീട്ടിനുള്ളിൽ കുട്ടി ജീവനൊടുക്കിയെന്ന വാർത്ത കേട്ടത് മറ്റു കുട്ടികൾക്ക് കൗൺസിലിംഗ് നൽകാൻ എത്തിയവരാണ് ആത്മഹത്യക്ക് പിന്നിലെ കാരണങ്ങൾ കണ്ടെത്തിയത്. അവരെ അടുത്ത സുഹൃത്തുക്കൾ തന്നെ സൂചനകൾ നൽകി. അതനുസരിച്ച് സ്കൂളിന് സമീപത്തുള്ള ഇന്റർനെറ്റ് കഫേയിലെത്തിയ സൈബർ സംഘം തെളിവുകൾ കണ്ടെത്തി. സ്കൂൾ വിദ്യാർത്ഥികൾക്കായി അശ്ലീല വെബ്സൈറ്റുകളുടെ ഷോർട്ട് കട്ട് ലിങ്കുകൾ കമ്പ്യൂട്ടറിന്റെ ഡെസ്ക്ടോപ്പിൽ സേവ് ചെയ്തിരിക്കുന്നു. നീലചിത്ര ക്ലിപ്പിങ്ങുകൾ നിറച്ച മൊബൈൽ ഫോൺ മെമ്മറി കാർഡുകളുടെ വിൽപ്പനയും അവിടെ ഉണ്ടായിരുന്നു. ഇതിനെല്ലാം പുറമെ സ്കൂളിലെ 50ഓളം കുട്ടികളുടെ മൊബൈൽ ഫോണുകളും ആ കഫേയിൽ നിന്ന് കണ്ടെത്തി. സ്കൂളിൽ നിരോധനം ഉണ്ടായിരുന്നതിനാൽ കുട്ടികൾ സൂക്ഷിക്കാൻ ഏൽപ്പിച്ചവയായിരുന്നു അവ. കുട്ടികളുടെ വീട്ടിലും അന്വേഷകരെത്തി. ചെറിയൊരു കുടിലായിരുന്നു അത്.
കുട്ടിയുടെ പാഠപുസ്തകങ്ങളും മറ്റും പരിശോധിച്ച സംഘം അവിടെ നിന്ന് കണ്ടെത്തിയത് മൾട്ടിമീഡിയ സൗകര്യമുള്ള മൊബൈൽ ഫോൺ. കുട്ടിക്ക് സ്വന്തമായി ഒരു മൊബൈൽ ഫോൺ ഉണ്ടായിരുന്നു എന്ന് മാതാപിതാക്കൾ അറിയുന്നത് അപ്പോഴാണ്. ഇന്റർനെറ്റ് കഫേയിൽ എത്തിയ കുട്ടിയെ അവിടെ നിന്ന് പ്രകൃതി വിരുദ്ധ ആവശ്യങ്ങൾക്ക് വേണ്ടി സ്ഥിരമായി ഉപയോഗിച്ചിരുന്നവർ വാങ്ങിക്കൊടുത്ത മൊബൈൽ ഫോൺ ആയിരുന്നു അതെന്ന് പിന്നീട് പോലീസ് അന്വേഷണത്തിൽ വ്യക്തമായി. എങ്ങനെയുണ്ട്? അള്ളാഹു നമ്മളെ കാക്കട്ടെ പഠിച്ചവനെ, അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. നമ്മൾ ചിന്തിക്കണം എന്തൊക്കെയാണ് സംഭവം, വളരെ ചിന്തിക്കണം പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ. എന്താണ് നമ്മളെ നാടായിപ്പോയത്? അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ഇത് ഗൾഫുകാർ മാത്രമല്ല, പക്ഷേ ബാപ്പ കുടുംബത്തിലുണ്ടാവൽ ഇത് വലിയ. ഇന്റർനെറ്റിലും മൊബൈൽ ഫോണുകളിലും നഗ്നചിത്രങ്ങൾ പ്രചരിക്കുന്നുവെന്ന തൻ്റെ ശ്രദ്ധിക്കണം, ഒരു പെങ്ങള്, ഒരു പെണ്ണ്, ഒരു പെൺകുട്ടി ഇന്റർനെറ്റിലും മൊബൈൽ ഫോണുകളിലും തന്റെ നഗ്നചിത്രങ്ങൾ പ്രചരിക്കുന്നുവെന്ന വാർത്ത ഉത്തര കേരളത്തിലെ, അതായത് നമ്മുടെ നാട്ടിലെ, ഉത്തര കേരളം നമ്മളെ നാടാണ്, ഡിഗ്രി വിദ്യാർത്ഥിനി ഞെട്ടലോടെയാണ് കേട്ടത്. ഒരിക്കൽ പോലും അത്തരമൊരു സാഹചര്യത്തിൽ ബോധപൂർവം പെടില്ലെന്ന് ഉറപ്പുള്ള പെൺകുട്ടിക്ക് തന്നെക്കുറിച്ച് സുഹൃത്തുക്കൾ പറഞ്ഞ വാർത്ത അവിശ്വസനീയമായി തോന്നി. ദൃശ്യങ്ങൾ നേരിൽ കാണാൻ പെൺകുട്ടി തീരുമാനിച്ചു. തന്റെ നഗ്ന ദൃശ്യങ്ങൾ നേരിൽ കണ്ട പെൺകുട്ടി മറ്റൊന്നു കൂടി തിരിച്ചറിഞ്ഞു. ഈ ദൃശ്യങ്ങളെല്ലാം പകർത്തിയിരിക്കുന്നത് വീട്ടിൽ തന്റെ സ്വകാര്യ മുറിയിൽ നിന്ന് തന്നെ. ശ്രദ്ധിക്കുക. ഈ ദൃശ്യങ്ങളെല്ലാം പകർത്തിയിരിക്കുന്നത് വീട്ടിൽ തന്റെ സ്വകാര്യ മുറിയിൽ നിന്ന് തന്നെ. കോളേജിൽ നിന്ന് തിരികെ എത്തി വേഷം മാറുന്നത് മുതൽ വളരെ സ്വകാര്യമായ സന്ദർഭങ്ങളിൽ ഏതുവരെയുള്ള ദൃശ്യങ്ങളായിരുന്നു അവ. വീഡിയോ ദൃശ്യങ്ങൾ കണ്ട പെൺകുട്ടിക്ക് വീട്ടിനുള്ളിൽ കടന്നുകൂടിയ കള്ളനെ കണ്ടെത്താൻ എത്ര ശ്രമിച്ചിട്ടും സാധിച്ചില്ല. രഹസ്യമായി സൈബർ ക്രൈം അന്വേഷണ വിഭാഗവുമായി പെൺകുട്ടി ബന്ധപ്പെട്ടു. അവർ നടത്തിയ അന്വേഷണത്തിൽ വീട്ടിൽ കയറിക്കൂടിയ കള്ളനെ കയ്യോടെ പിടികൂടി. പെൺകുട്ടിയുടെ ബെഡ്റൂമിൽ രഹസ്യമായി സ്ഥാപിച്ച സ്വകാര്യ ക്യാമറയാണ് ആദ്യം കണ്ടുപിടിച്ചത്. ഈ വെബ് ക്യാമറയുടെ നിയന്ത്രണം തൊട്ടപ്പുറത്തെ മുറിയിൽ പെൺകുട്ടിയുടെ ഇളയ സഹോദരന്റെ കമ്പ്യൂട്ടറിൽ. എങ്ങനെയുണ്ട്? മനസ്സിലായില്ല. കോളേജ് പഠിക്കുന്ന പെൺകുട്ടിയുടെ ഇളയ സഹോദരൻ എന്നാൽ എത്ര സ്വന്തം? അവന്റെ കമ്പ്യൂട്ടർ അവനത് നിയന്ത്രിക്കുന്നത്. എന്നിട്ട് അവൻ പുറത്തുകൊണ്ടേ വിൽക്കുക. ആര്? സ്വന്തം പെങ്ങളെ. ചിന്തിക്കണം. ഇതാണ് നമ്മുടെ നാട്. അപ്പുറത്തേക്കൊന്നും പറയാൻ കഴിയില്ല. അപ്പുറത്തേക്ക് പറയാൻ ധാരാളമുണ്ട്, അപ്പുറത്തേക്കൊന്നും പറയാൻ കഴിയില്ല. അള്ളാഹു നമ്മളെ കാക്കട്ടെ. മനുഷ്യന്മാരെ എന്തായിപ്പോയി നമ്മൾ. അപ്പൊ നമ്മൾ ഇത് ഗൗരവമായി ചിന്തിക്കണം. നമ്മളെ നാട് പഴയ നാടാണ്. പഴയ ഗൾഫൊക്കെ ഇനി നടക്കുന്നു വിചാരിക്കരുത്. നല്ല വാപ്പാരുണ്ടായിരുന്നു, വാപ്പാരുണ്ടായിരുന്നു, ഒരാളോളം. അതൊക്കെ വലിയ കാര്യമാണ്. നല്ല വാപ്പാര് ആ കാലത്തുണ്ടായിരുന്നു. അവർക്ക് ബാപ്പാര് നല്ല ബോധം ഉണ്ടായി. ഇന്ന് ബാപ്പാന്റെ കയ്യിലാണ് റിമോട്ട് കൺട്രോൾ. ഇത് തന്നെ ഉണ്ട്. സഗീറിന്റെ വീട്ടിൽ ഉമ്മ റിമോട്ട് കൺട്രോൾ ആർക്കും കൊടുക്കില്ല. ആ കുട്ടിന്റെ സഗീറിന്റെ ഈ പുസ്തകത്തിലുണ്ട്, ഉമ്മാന്റെ കയ്യിലാണ്, അതായത് വല്യമാന്റെ കയ്യിലാണ് എന്ത് റിമോട്ട് കൺട്രോൾ. അവസാനം പിന്നെ ഇറച്ചിക്കടയിലെ പൈസ കൊടുക്കാൻ വേണ്ടിയും കേബിളിന്റെ വാടക കൂടിയപ്പോൾ അത് കൊടുക്കാൻ വേണ്ടിയും കൂടി അബുട്ടി വാങ്ങിയ 1/2 ഏക്കർ ഡ്രാഫ്റ്റ് വരാതെ ആയപ്പോൾ, അബുട്ടിക്ക് അവിടെ ജോലി ഇല്ലാതെ, അപ്പോൾ ഡ്രാഫ്റ്റ് വരാതെ ആയപ്പോൾ 1/2 ഏക്കർ കിട്ടിയ പൈസക്ക് വിറ്റിട്ട് പിന്നെ മൊബൈലിന്റെ ബില്ലും അടച്ചു തീർത്തു. അതേപോലെ തന്നെ എന്താ പറയാ, കേബിൾ ടിവിന്റെ ബില്ലും അടച്ചു തീർത്തു. കാരണം അതില്ലാതെ ജീവിക്കാൻ കഴിയില്ല. അക്കൊലത്തിലായി. 5ാം ക്ലാസ്സിലെ നീലച്ചിത്രങ്ങളിൽ 5ാം ക്ലാസ്സുകാരൻ നീലച്ചിത്രങ്ങളിൽ നിന്ന് ലഭിച്ച അറിവ് പരീക്ഷിക്കാൻ എത്തിയത് സ്വന്തം അമ്മയുടെ അടുത്ത്. നോക്കാക്കട്ടെ. ഇത് പത്രാണ്. ഇത് മനോരമ നടത്തിയ ഫീച്ചറാണ്. ഉത്തരവാദിത്തപ്പെട്ട ഒരു പത്രത്തിന്റെ ഉത്തരവാദിത്തപ്പെട്ട ഫീച്ചറാണ്. വളരെ ശ്രദ്ധിക്കണം. തമാശല്ല. 5ാം ക്ലാസ്സുകാരൻ, 5ാം ക്ലാസ്സുകാരൻ വയസ്സ് എത്ര ഉണ്ടാവും? 10 വയസ്സ്, 9, 10. 5ാം ക്ലാസ്സുകാരൻ നീലച്ചിത്രങ്ങളിൽ നിന്ന് ലഭിച്ച അറിവ് പരീക്ഷിക്കാൻ എത്തിയത് സ്വന്തം അമ്മയുടെ അടുത്ത്. അമ്മ അതിന്റെ ആഘാതത്തിൽ നിന്ന് പുറത്തു വരാൻ ദിവസങ്ങൾ എടുത്തു. ഒടുവിൽ അമ്മയും മകനും കൗൺസിലിങ്ങിന് വിധേയരായി. കൂട്ടുകാരുമൊത്ത് നീലച്ചിത്രങ്ങൾ എന്നതായിരുന്നു അവന്റെ പ്രധാന വിനോദം. വയസ്സെത്ര? 10. മലപ്പുറം ജില്ലയിലെ 9ാം ക്ലാസ് വിദ്യാർത്ഥിനി സഹപാഠികൾക്കൊപ്പം അരുതാത്ത കാര്യങ്ങൾ ചെയ്യുന്നതിന്റെ മൊബൈൽ ക്ലിപ്പിങ്ങുകൾ ഗൾഫിലെത്തിയപ്പോഴാണ് കുട്ടിയുടെ വീട്ടുകാർ സംഭവത്തെ കുറിച്ച് അറിയുന്നത്. മലപ്പുറം ജില്ല 2-3
കാസർഗോഡ് 2-3 വട്ടം ക്ലാസ്സിൽ തോറ്റ സീനിയറായ വിദ്യാർത്ഥിനി മുൻകൈയെടുത്താണ് അരുതാത്തതിന് പ്രേരിപ്പിച്ചതെന്ന് പ്രതികളായ 3 ആൺകുട്ടികൾ പോലീസിന് നൽകിയ മൊഴി. മലപ്പുറത്തെ തന്നെ 2 സ്കൂൾ വിദ്യാർത്ഥിനികളെ 2 യുവാക്കളോടൊപ്പം കാറിൽ നിന്ന് പിടികൂടി ഈ കഴിഞ്ഞ ആഴ്ച. അതിനേക്കാൾ വലിയ രസം, മൂത്ത പെണ്ണിന്റെ കൂടെ അനുജത്തി പെണ്ണിനെയും കൂടി പറഞ്ഞയച്ചു ഉമ്മ. രണ്ടും ഈ പറഞ്ഞ ഉമ്മത്ത് ഏറ്റവും മൃഗീയമായി പെരുമാറി. ഞാൻ അത് വിശദീകരിക്കണില്ല. ഇതൊക്കെ നമ്മൾ ചിന്തിക്കണം, നമ്മൾ എവിടെയാണ് എന്ന് നമ്മൾ ചിന്തിക്കണം. ആൺകുട്ടികൾ മൊബൈൽ ഫോണുകൾ പെൺകുട്ടികൾക്ക് സമ്മാനിച്ചിരുന്നു. ആൺകുട്ടികൾക്ക് ഫോണുകൾ നൽകിയത് ഈ സെക്സ് ആക്ടിലെ കണ്ണികളായിരുന്നു ഈ യുവാക്കൾ. കാസർഗോഡ് 5 വിദ്യാർത്ഥിനികളുടെ സംഘം പതിവിന് നേരത്തെ സ്കൂളിലെത്തി ടോയ്ലറ്റിൽ പോയി യൂണിഫോം മാറ്റിയിട്ട് പോകും. നമ്മളെ സ്വന്തം നാട് കാസർഗോഡ് എന്ന് പറഞ്ഞാൽ ദീൻ അവിടുന്നാണ് വിളിച്ചിറങ്ങിയത്. അവിടുന്നാണ് കാസർഗോഡ്. 5 പെൺകുട്ടികൾ നേരത്തെ സ്കൂളിലെത്തി ടോയ്ലറ്റിൽ പോയി സ്കൂളിലെ യൂണിഫോം മാറ്റിയിട്ട് സാധാരണ ഡ്രസ് ഇട്ട് പുറത്തിറങ്ങും. അതിന് കാരണമുണ്ട്. കാരണം ബേക്കൽ കോട്ട, മംഗലാപുരം തുടങ്ങിയ സ്ഥലങ്ങളിൽ കറങ്ങാൻ കൊണ്ടുപോകാൻ ദിവസവും പുതിയ കൂട്ടുകാർ ആവശ്യത്തിന് പണവും മൊബൈൽ ഫോണും പെൺകുട്ടികൾക്ക്. നമ്മുടെ നാട്. ഇതൊക്കെ ചെറിയ ചില ചിത്രങ്ങൾ മാത്രം കാണിച്ചാൽ ഇതൊക്കെ ധാരാളം നിങ്ങൾക്ക് ഇതിനെപ്പറ്റി അറിയും. ധാരാളം. കോതമംഗലത്തെ പെൺകുട്ടിയെ പീഡിപ്പിച്ച 2 പേർ അവരുടെ സഹപാഠികൾ. ചുരുക്കത്തിൽ പറയാൻ കഴിയില്ല, അത്രയും വലിയ തിന്മ നമ്മളെ നാട്ടിൽ ഇന്ന് വാഴുകയാണ്. ഈ സാഹചര്യത്തെ ഗൗരവമായി നമ്മൾ മനസ്സിലാക്കിയേ മതിയാവും. കുമ്പളയിൽ 9 വയസ്സുകാരനായ വിദ്യാർത്ഥിയെ ലൈംഗികമായി പ്രകടിപ്പിച്ചതിന് അറസ്റ്റിലായത് അധ്യാപകൻ. ഏകാലയ വിദ്യാലയത്തിലെ 2ാം ക്ലാസ്സുകാരനായ വിദ്യാർത്ഥിയെ സ്കൂൾ വിട്ട സമയത്ത് ക്ലാസ് മുറിയിലേക്ക് വിളിച്ചു വരുത്തി പീഡിപ്പിച്ചു. ഞാൻ വിശദീകരിക്കണില്ല, അതൊക്കെ വഴിവിട്ട സംഗതികളാണ്. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. എല്ലാവരും ഉണ്ട്. അപ്പോൾ നമ്മുടെ നിലവിലുള്ള സാഹചര്യം നമ്മൾ ഗൗരവമായി മനസ്സിലാക്കണം. ഇതൊരിക്കൽ നിസ്സാരമാണ് എന്ന് കണ്ടുവെക്കാൻ നമുക്ക് കഴിയില്ല. അതാണ് റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അയുൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ. ഞങ്ങളോട് പറയട്ടെ, ഒരു ജനതക്ക് മൊത്തം ഉപജീവന മാർഗം വിദേശമാവുക എന്നത് ആ ജനതക്ക് അള്ളാഹു നൽകുന്ന ശിക്ഷയാണ്. ഒരു വാക്ക്, ഒരു ജനതക്ക് മൊത്തം ഉപജീവന മാർഗം വിദേശമാകുന്നത് ആ ജനതക്ക് അള്ളാഹു നൽകുന്ന ശിക്ഷയാണ്. ശ്രദ്ധിക്കണം. നല്ല ശ്രദ്ധിക്കണം. ഞാൻ ഖുർആനിൽ നിന്ന് വലിയൊരു ആശയം കൊണ്ടുവരാം. റബ്ബനാ ഇന്നി അസ്കൻതു മിൻ ദുർരിയതി بواد غير ذي زرع عند بيتك المحرم ربنا ليقيموا الصلاة فاجعل أفئدة من الناس تهوي إليهم وارزقهم من الثمرات لعلهم يشكرون. سيدنا إبراهيم سيدنا إبراهيم പുല്ല് മുളക്കാത്ത മണ്ണില് പാർപ്പിച്ചിട്ട് കുട്ടിയോട് വെച്ചിട്ട് അള്ളാഹിനോട് ദ്വാരുന്ന, റബ്ബേ എന്റെ കുട്ടി ഇവിടുന്ന് പോവില്ല, ഇവിടുന്ന് നിസ്കരിക്കണം, എന്റെ കുട്ടിക്ക് ആവശ്യമായ ഭക്ഷണവും വെള്ളവും ഇവിടെ എത്തിക്കണം. ഗൾഫ് പോകാനുള്ള സൗകര്യം ഉണ്ടാക്കി കൊടുക്കണം എന്നല്ല, പേർഷ്യ പോകാൻ സൗകര്യം ഉണ്ടാക്കി കൊടുക്കണം എന്നല്ല. ഫജഅൽ അഫ്ഇദത മിനന്നാസി തഹ്വി ഇലൈഹി, മറ്റുള്ള നാട്ടുകാരുടെ മനസ്സ് എന്റെ കുട്ടിയിലേക്ക് ചാഞ്ഞു വരണം. വർസഖ്ഹും മിനസ് സമറാത്തി, എല്ലാ നാട്ടിലെ വിഭവങ്ങളും ഇവിടെ കിട്ടണം. ലഅല്ലഹും യശ്കുറൂൻ, അവരെ ഇവിടെ നിന്നിട്ട് റബ്ബിനെ ശുക്ർ ചെയ്യട്ടെ. സയ്യിദനാ ഇബ്രാഹിം, ഒരു ജനതയുടെ മുഴുവൻ ഭക്ഷണം വിദേശത്താവുക ആ ജനതക്ക് ശിക്ഷയാണ്. പഴയ കാലത്തില്ല. ബർമയിലോ സിലോണിലോ ആരോ പോവും, കൊളംബോ പോകാന്നറിയും, ആരോ പോവും. പൊതുവെ ജനങ്ങളുടെ ഉപജീവന മാർഗം കൃഷി, ചെറിയ കച്ചവടങ്ങള്, ഗോതമ്പ്, നെല്ല്, തേങ്ങ, ചെറിയ മാടക്കട, പെട്ടിക്കട, അങ്ങനെ ഒപ്പിച്ചു പോകും. ഇതന്നെ ജീവിതം. ആരെങ്കിലുമൊക്കെ ഗൾഫ് കൊളംബിൽ പോവും, അവര് കുറച്ചു കാലം കഴിഞ്ഞ് അവിടെ മടങ്ങി വരും. എന്തെങ്കിലുമൊക്കെ കൊളംബിൽ നിന്ന് കൊണ്ടുവന്ന നല്ല സിഗരറ്റ് മറ്റൊക്കെ കൊടുക്കും. അത് വലിയ രസമായിരുന്നു ആ കാലഘട്ടത്തിൽ. അങ്ങനെ കുറഞ്ഞ അപൂർവം. ഇന്ന് മര്യാദക്ക് ജീവിക്കണമെങ്കിൽ
അത് ശിക്ഷയാണ്, ഒരു ജനതയ്ക്ക് ശിക്ഷയാണ്. അപ്പൊ പിന്നെ ഒരു ചോദ്യമുണ്ട് മൂല്യര്, പുറത്തു പോയി ഭക്ഷണം തേടുക എന്നുള്ളത് ലീലാഫ്യ ഖുറൈശിയിലില്ലേ? അതിനാ സൂറത്ത് ഒന്നും കൂടി ഓതി നോക്ക് എന്നാണ് മറുപടി. ഒന്നും കൂടി ഓടി നോക്ക്. ലീലാഫ്യ ഖുറൈശ് ഈലാഫിഹിം രഹിലത്ത് ശിതാ എന്നാണ്, ഇഖാമത്ത് ശിതാ എന്നല്ല. ഇഖാമല്ല, രഹിലയാണ്, യാത്രയാണ്. തിരിഞ്ഞിട്ടില്ല, നിങ്ങൾ തിരിഞ്ഞാവോ? ഇന്ന് രഹിലല്ല, ഇന്ന് ഇഖാമയാണ്. ഈലാഫി ഖുറൈശ് ഈലാഫിഹിം രഹിലത്ത് ശിതാഇ വസ്സൈഫ്. ശൈത്യത്തിന്റെയും ഉഷ്ണത്തെയും കാലത്ത് കച്ചവടത്തിന് 2 യാത്രകൾ മക്കക്കാർ സംഘടിപ്പിച്ചോട്ടെ. ഈ യാത്രയാണ്, രഹിലയാണ്. രഹിലയിൽ ഖസ്ർ ജമ്മിന്റെ നിസ്കാരം വരെ ഉണ്ടാവും. എന്തല്ല, ഇഖാമയല്ല. ഇന്ന് നമ്മൾ നടത്തുന്നത് ഇഖാമയാ. ആബുട്ടി 10 കൊല്ലമായിട്ട് വന്നിട്ടില്ല. അങ്ങനത്തെ ആബുട്ടിമാർ ഇഷ്ടം പോലെ ഉണ്ട്, അനവധി. പഴയ കാലത്ത് 2 കൊല്ലം, ഇക്കൊല്ലം ചുരുങ്ങിയത് പ്രാവശ്യം 3 കൊല്ലം. നമ്മൾ വളരെ ചിന്തിക്കണം. അപ്പൊ ഒരു ജനതക്ക് മൊത്തം ഭക്ഷണം വിദേശത്താവുക എന്നത് ആ ജനതക്ക് അള്ളാഹു നൽകുന്ന ശിക്ഷയാണത്. അത് കൃഷിയെയും മറ്റു കാര്യങ്ങൾ, അടിസ്ഥാന കാര്യങ്ങളെയും നമ്മുടെ നാട് നല്ല നാടല്ല നമുക്ക് തോന്നുന്നു. നമ്മളെ നാട് നല്ല നാടല്ല, നമ്മളെ ഭാഷ നല്ല ഭാഷയല്ല. ഇത് നമുക്ക് തോന്നിട്ട് കുറച്ചാലായി. ഇന്ന് 2 കാര്യമാണ് ഗൾഫും ഇംഗ്ലീഷ് മീഡിയം ഉണ്ടായത്. നിങ്ങളൊന്നും വിചാരിക്കരുത്. നമ്മളെ നാട്ടിൽ ഇപ്പൊ 2 കാര്യം ഉണ്ടായിട്ടുണ്ട്. ഒന്ന് ഗൾഫ് ഉണ്ടായി, ഒന്ന് ഇംഗ്ലീഷ് മീഡിയം ഉണ്ടായി. അതിൽ എന്റെ 2 കാരണം എന്താണ്? ഒന്ന്, നമ്മളെ നാട് നല്ല നാടല്ല. 2, നമ്മളെ ഭാഷ നല്ല ഭാഷയല്ല. അങ്ങനെയാണ്. സീക്കജാന് പ്രസംഗിക്കുകയാണെങ്കിലും ഇടയ്ക്ക് 2 ഇംഗ്ലീഷ് പറയണം. ഞാൻ സീക്കജാൻ എന്ന് പറഞ്ഞാൽ മുത്തങ്ങ പറക്കുന്ന ആളാണ്, അതുകൊണ്ട് ഉദ്ധരിച്ചേ ഉള്ളൂ, വിമർശിക്കാൻ വേണ്ടി പറഞ്ഞല്ല. അത് ഇംഗ്ലീഷ് പറഞ്ഞാലേ മര്യാദയാവുള്ളൂ. ഇംഗ്ലീഷുകാരുടെ ഭാഷയാണ്. പടിഞ്ഞാറുകാർ എന്താണോ ചെയ്യുന്നത് നിങ്ങളോട് ചെയ്യും. പടിഞ്ഞാറുകാർ എന്താ ചെയ്യുക അത് നിങ്ങൾ ചെയ്യും. ഹദ്വന്നാലി ബിന്നാലി. അവർക്ക് പിന്നെ ഒരു പ്രശ്നമല്ല. കല്യാണം കഴിച്ചിട്ട് കഴിക്കണതിന് മുമ്പ് ഭാര്യയും ഭർത്താവും തമ്മിൽ കൂടിയിട്ട് പിന്നെ കല്യാണം കഴിഞ്ഞാൽ അവർ കണ്ടിട്ടേ ഉണ്ടാവില്ല. അങ്ങനെയും വരും. അത് കല്യാണം അങ്ങനെ ഉണ്ടാവില്ല. കല്യാണം അവർക്കൊരു വിഷയവും അല്ല. ക്ലിന്റൺ വൃത്തികേട് ചെയ്തപ്പോൾ ആകെ ഉണ്ടായ പ്രശ്നം വൃത്തിയുടെ ഇതല്ല, അതൊരു പ്രസിഡന്റിന് ചെയ്യേണ്ടിയിരുന്നു ഞങ്ങൾക്കറിയാം. പക്ഷെ പ്രസിഡന്റ് നുണ പറഞ്ഞു. ആവശ്യത്തിന് പ്രസിഡന്റിന് അതൊക്കെ ചെയ്യേണ്ടിയിരുന്നു ഞങ്ങൾക്ക് അറിയാം. പക്ഷെ പ്രശ്നം അതല്ല. ഇങ്ങനെ ആയാൽ പ്രസിഡന്റ് കളവ് പറയാൻ പാടില്ല. മാത്രമല്ല, രാഷ്ട്രം തീരുമാനിച്ചു കൊടുക്കുന്ന പെണ്ണുങ്ങളെ പിന്നാലെ അല്ലാതെ പ്രസിഡന്റ് പോയാൽ രാജ്യത്തിന്റെ രഹസ്യം ചോർന്നു പോകും. അല്ലാതെ പ്രസിഡന്റിന് അത്യാവശ്യം അതൊക്കെ വേണ്ടിയിരുന്നു ഞങ്ങൾക്കറിയാം. ഇതാണ് എന്ത്? ഇതാണ് ഗർബ്. അതാണ് ഗർബിയത്ത് എന്ന് പറഞ്ഞത്. അതുമലാണ് ഹദ്വന്നാലി ബിന്നാലി. നിങ്ങൾ അവിടെ എന്താ ചെയ്തതെന്ന് ഞാനും ചോദിക്കണില്ല, ഞാൻ അവിടെ എന്താ ചെയ്തത് നിങ്ങളും ചോദിക്കണ്ട എന്ന് പറഞ്ഞ പുതിയ സംസ്കാരം വരുന്നത് പറഞ്ഞ സംസ്കാരം അങ്ങനെയാണ്. മുമ്പൊരുത്തൻ വന്നപ്പം ഭാര്യ പറഞ്ഞൊരു കഥയായിട്ട് ഒരു തമാശയാണ്. ഞാൻ നിങ്ങൾ എവിടെ നോക്കിയിരിക്കണ്ട, എവിടുന്ന ഈ പുതിയ ഹദീസ് ഒരു കഥയാണ്. യാത്ര കഴിഞ്ഞ് മടങ്ങി വന്നപ്പോ വീട്ടുകാരി പറഞ്ഞു, ഞാൻ അവിടെ എങ്ങനെ ജീവിച്ചു നിങ്ങളും ചോദിക്കണ്ട, നിങ്ങൾ അവിടെ എങ്ങനെയാണ് ജീവിച്ചെന്ന് ഞാൻ ചോദിക്കണില്ല എന്ന് പറയുന്നൊരു പുതിയ സംസ്കാരം. ഇത് അവരെ സംസ്കാരം. അത് ചോദിക്കൂല്ല, അത് ചോദിക്കണം വേണ്ട, അത് ചോദിക്കേണ്ട ആവശ്യമല്ല. അങ്ങനെയാണ്. രാമു കരിയാട്ടിന്റെ ഒരു 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 ലേഖനുണ്ട്. രാമു കരിയാട്ട് ഫിൻലൻഡിൽ പോയപ്പോ ഒരു ഇംഗ്ലീഷുകാരനായ കൂട്ടുകാരന്റെ കൂടെ താമസിച്ചു. അങ്ങനെ പിന്നെ സോനഗ്രഹത്തിൽ അവര് കുളിക്കും, തീ കായൊക്കെ ചെയ്യും. അപ്പോൾ തീ കായുന്നതിനിടയിൽ ഭാര്യക്ക് വലിയ തണുത്ത് പറിച്ചപ്പോ ഭർത്താവായ ഇംഗ്ലീഷുകാരനോട് പറയത്രേ, വന്ന് എന്നെ കൂട്ടിപ്പിടിക്ക്, എനിക്ക് തണുക്കുന്നുണ്ട് വല്ലാതെ. അപ്പോ ഇയാൾ പറയാ, എനിക്കിപ്പോ മൂടില്ല, രാമു നീ ഒന്ന് കൂട്ടിപ്പിടിക്ക്. പഴയ രാമു കരിയാട്ടിന്റെ ഒരു 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 ലേഖനാണ്, വളരെ ശ്രദ്ധിക്കണം. അതാണ് ഇംഗ്ലീഷുകാര്. മനസ്സിലായില്ല? അതാണ് ഇംഗ്ലീഷുകാര്. ഭാര്യയും ഭർത്താവും നല്ല കുളിരുള്ള സമയം. അപ്പൊ ഭാര്യ പറഞ്ഞ് വല്ലാതെ തണുക്കും, നിങ്ങൾ ഇനി ഒന്ന് കൂട്ടിപ്പിടിക്കുന്നു പറഞ്ഞു. അതിൽ മാന്യതയുള്ളവരാണെങ്കിൽ വേറെ ഒരാളുണ്ടാവുക പറയല്ല. ഇനി അത് അവരെ മാന്യത അങ്ങനെ വിചാരിക്കാം. അപ്പോൾ ഇയാൾക്ക് മൂടില്ല. മൂട് ഓരോ സമയത്തല്ലേ ഉണ്ടാവുക. അപ്പൊ ഇയാൾക്ക് അപ്പൊ കൂട്ടിപ്പിടിക്കണ മൂടല്ല ഉള്ളത്. അപ്പൊ രാമു നിങ്ങൾ ഫ്രീ അല്ലേ, നിങ്ങളൊന്ന് കൂട്ടിപ്പിടിക്കുക, അവൾക്ക് തണുപ്പും ഒന്ന് അകറ്റാൻ.
അങ്ങനെയാണ്. ഇതൊക്കെയാണ് വെർബ്. അതാണ് അതാണ് ചെരുപ്പിന് ചെരുപ്പിക്കുക. അവർ ഉടുമ്പിന്റെ മാളത്തിൽ കയറിയാൽ നിങ്ങളും കയറും എന്ന് പുണ്യ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതാണ് പറഞ്ഞത് അർത്ഥം. വളരെ നമ്മൾ ചിന്തിക്കണം. അവർ കഴിക്കുന്ന പോലെ നമ്മൾ കഴിക്കുക. കെൻഡാക്കി ചിക്കൻ അവർ കഴിക്കുന്നത് നമ്മൾ കഴിക്കുക. അവർക്ക് തോന്നണേ നമുക്ക് തോന്നും. അങ്ങനെയാണല്ലോ കഴിക്കുന്നതനുസരിച്ചാണല്ലോ തോന്നലുണ്ടാവുക. അവരെ നാട്ടിൽ ഭക്ഷണം നമ്മുടെ നാട്ടിൽ വന്നു, അപ്പൊ അവർക്ക് തോന്നൊക്കെ നമുക്ക് തോന്നും. മുമ്പൊരാൾ നമ്പൂരിയെ ചീത്ത പറഞ്ഞത്രേ. ആന, നായ, കുതിര, പട്ടി ഇങ്ങനെ ഒരുപാട് ചീത്തയും കൂടി പറഞ്ഞു നമ്പൂരിയൻ. അപ്പൊ നമ്പൂരി കുറെ നേരം ഇടാതിരുന്നിട്ട് പിന്നെ ചേന, ചേമ്പ്, നെല്ല് പറഞ്ഞു. അപ്പൊ ഇത് കേട്ട ആള് ചോദിച്ചത്രേ, എന്താ നമ്പൂരിയെ നായ, പട്ടി എന്നൊക്കെ പറഞ്ഞിട്ടും നിങ്ങൾ എന്താണ് എന്നെ ചേന, ചേമ്പ് എന്നൊക്കെ പറഞ്ഞത്? അവൻ തിന്നത് അവൻ പറഞ്ഞു, നോം തിന്നത് നോം പറഞ്ഞു. അങ്ങനെയാണ്. അവന് എന്താ ഇംഗ്ലീഷുകാരെ ഭക്ഷണം കഴിക്കുക, അപ്പൊ ഇംഗ്ലീഷുകാരെ സ്വഭാവം ഉണ്ടാവും. അതാണ് അതാണ് ചെരുപ്പിന് ചെരുപ്പിക്കുമെന്ന് പുണ്യ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ പറഞ്ഞിട്ടുള്ളത്. നമ്മൾ ചിന്തിക്കണം മുഅ്മിനീങ്ങളെ. ഇതൊക്കെ ഒരുപാട് ആശയങ്ങൾ ഇതിന്റെ ഉള്ളിലൊക്കെ ഒളിഞ്ഞു കിടക്കുന്നുണ്ട്. ഞാൻ ശരീകരിക്കുന്നില്ല. ഒരൊറ്റ ആയത്തിന് അർത്ഥം പറഞ്ഞ അടുത്ത ഭാഗത്തേക്ക് പോയിട്ട് അവസാനിപ്പിക്കാം. യാ അയ്യുഹല്ലദീന ആമനൂ وأنفسكم وأهليكم نارا وقودها الناس والحجارة عليها ملائكة غلاظ شداد لا يعصون الله ما أمرهم ويفعلون ما يؤمرون. ഈ ആയത്ത് നിങ്ങൾ ഭാര്യ സന്താനങ്ങളെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണമേ എന്ന ആയത്തിറങ്ങിയപ്പോൾ ആയത്ത് ഓതിയിരുന്നു പുണ്യ റസൂൽ. ഒരു സഹാബി കേട്ടിട്ട് വിറക്കാൻ തുടങ്ങി. ഇങ്ങനെ വിറക്കാൻ തുടങ്ങി. പേടിച്ച് പറിച്ചിട്ട് മണ്ണിൽ വീണു. യാ അയ്യുഹല്ലദീന ആമനൂ ഖൂ അൻഫുസകും വഅഹ്ലീകും നാറാ. നിങ്ങൾ നിങ്ങളെയും ഭാര്യ സന്താനങ്ങളെയും, ഭാര്യ തെറ്റുകാരിയാണെങ്കിൽ ഭർത്താവ് ഉത്തരവാദി എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. മലക്കല്ല ഞാൻ പെണ്ണെന്ന് ഒക്കണം നിങ്ങളും എന്ന് ജമീൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വിലപ്പെട്ട വാക്ക് തന്നെയാണ്. അതിന് വിലപ്പെട്ട വാക്ക് തന്നെയാണ്. എനിക്ക് വിലയുണ്ട വാക്കിന്. അത് നമ്മൾ ചിന്തിക്കണം. കാരണം എന്തുകൊണ്ട്? നരകത്തിൽ നിന്ന് അവരെ രക്ഷപ്പെടുത്തൽ ആ പ്രധാന ഉത്തരവാദിത്വം. ഈ ഉത്തരവാദിത്വം വളരെ ഗൗരവമാണല്ലോ എന്ന് കേട്ട ഒരു സ്വഹാബി സദസ്സിലിരുന്ന് ഇങ്ങനെ വിറക്കാൻ തുടങ്ങി. ആ സ്വഹാബി മണ്ണിൽ വീണ് പോയി. സദസ്സിലിരുന്നിട്ട് ഭാര്യ സന്താനങ്ങളോട് നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്താം. അപ്പൊ ഞാൻ ഒറ്റക്ക് രക്ഷപ്പെട്ടാലും പോരാ, ഇവരെയും കൂടി രക്ഷപ്പെടുത്തണ്ടേ, കുടുംബത്തിന് രക്ഷപ്പെടുത്തേണ്ടയില്ലേ എന്ന് കേട്ടിട്ട് സ്വഹാബി വിറച്ചിട്ട് വീണുപോയി. ഓടി വന്നു പുണ്യ റസൂൽ. എന്നിട്ട് ആ സഹാബിയുടെ മേൽ പുണ്യ നബി നെഞ്ചിൽ ഇങ്ങനെ കൈവച്ചു. അപ്പോൾ മരിച്ചു. ഈ ആയത്തിൽ അറ്റാക്ക് ഉണ്ടായിട്ടുണ്ട് സ്വഹാബികൾക്ക്. നമ്മുടെ അറ്റാക്ക് ലാഭം കുറയുമ്പോഴാണ്. അവർ അറ്റാക്ക് അങ്ങനെയല്ല. നമ്മൾ തിന്നതേറിയിട്ടുള്ള അറ്റാക്കാ, അവർക്ക് ആയത്ത് കേട്ട അറ്റാക്കാം. ഈ ഹദീസ് ആയത്ത് മനസ്സിലാവുന്നത് അറ്റാക്ക് ആ കാലത്ത് ഉണ്ടായിരുന്നു എന്നാണ്. പക്ഷെ ഇന്നത്തെ അറ്റാക്കല്ല. അന്നത്തെ അറ്റാക്ക് ചെറിയ വ്യത്യാസം ഉണ്ടായിരുന്നു. ഈ ആയത്ത് കേട്ടപ്പോൾ ആയത്തിന്റെ ഗൗരവം ആലോചിച്ച സ്വഹാബി വീണ് മരിച്ചുപോയി. ഫഖാല ഖുൽ ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞു. ആ സ്വഹാബി ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് കൊണ്ടനെ മരിച്ചു. അല്ലാഹു നമ്മളെ കാക്കട്ടെ. ഉറക്കെ പറ, അല്ലാഹു കാക്കട്ടെ. നോക്കൂ, ഖദ് യൻഫഉൽ അദബുൽ. കേട്ടോ 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 നല്ലൊരു കവിത, നല്ല കവിത. ഖദ് യൻഫഉൽ അദബുൽ ഔലാദി ഫീ സിഗാരി വലൈസ യൻഫഉഹും മിൻ ബഅദിഹി അദബു ഇന്നൽ ഉസൂന ഇദാ അദൽതഹാ തദലത് വലാ തലിനു വലൗ ലയൻതഹുൽ ഖശബു. ഖദ് യൻഫഉൽ അദബുൽ ഔലാദി ഫീ സിഗാരി. കുട്ടികളെ നീ അദബ് പഠിപ്പിച്ച് നേരെയാക്കണമെങ്കിൽ അത് എന്ന് നേരെയാക്കണം? ചെറുപ്പത്തിൽ നേരെയാക്കണം.
വലൈസ യൻഫഉഹും മിൻ ബഅദിഹി അദബ, പിന്നെ അത് പഠിപ്പിച്ചവരെ നന്നാക്കാൻ കഴിയില്ല. ഏതുപോലെ ഇന്നൽ ഉസൂന ഖദ് അദ്ദൽതഹ, ഒരു ചെറിയ തൈ വളർന്നു വരുന്ന നേരത്ത് നീ അതിനൊരു വടി വെച്ച് കെട്ടി നന്നാവുകയാണെങ്കിൽ, വെച്ച് കിട്ടുകയാണെങ്കിൽ അതിങ്ങനെ ക്ലിയറായി വരും. അത് പിന്നെ മരത്തടിയായിട്ട് പിന്നെ എന്തിനും കാര്യമില്ല, പിന്നെ അതിന് വളവ് മാറില്ല. ഭയങ്കര വാക്കാ എന്ന്. അപ്പൊ നമ്മൾ വടി വെച്ച് കെട്ടി നന്നാക്കണമെങ്കിൽ എന്ന് നന്നാക്കണം? കുട്ടിപ്രായത്തെ നന്നാക്കണം. അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. നമ്മൾ ഈ സ്വപ്നം പേടി മാത്രം യാത്ര ചെയ്താൽ വളരെ ചിന്തിക്കണം. ഇനി വേറെ ഒരു കാര്യമുണ്ട്, അവരെയും പറയാതിരിക്കാൻ നിർവാഹമില്ല. അടിസ്ഥാന നിയമം പറയേണ്ട ഒരു വിഷയം വേറുണ്ട് ഈ കൂട്ടത്തിൽ. വിവാഹം. എന്തിനാണ് വിവാഹം? അതും കൂടി പറയണം. പെണ്ണുങ്ങളെയും കൂടി പറയേണ്ടത് അത്യാവശ്യമാണ് ഈ വിഷയത്തിൽ. എന്തിനാ വിവാഹം? പുണ്യ റസൂൽ നമ്മളെല്ലാവരും നിക്കാഹിന്റെ സദസ്സിൽ പങ്കെടുക്കും അല്ലേ? നിക്കാഹിന്റെ ഖുത്ബല്ലേ പറഞ്ഞേക്ക് മനുഷ്യന്മാരെ, നിക്കാഹിന്റെ ഖുത്ബല്ലേ? ഖുത്ബയിൽ എല്ലാ ഉസ്താദുമാരും ഓതുന്ന ഒരു ഹദീസ് ഉണ്ട്. എന്താ? തസവ്വജൂ, കല്യാണം കഴിച്ചോളൂ. ഫഇന്നഹു അഗളു ലിൽ ബസരി, അത് കണ്ണിനെ നിയന്ത്രിക്കും. വഅഹ്സനുൽ ഫർജി, ഗുഹ്യസ്ഥാനത്തിന് പാതിവൃത്യം നൽകും. അത് രണ്ടും തെറ്റ് ചെയ്യൂല. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ കല്യാണം. എന്തേ ഇങ്ങനെ കാര്യം? അങ്ങനെ വല്ല കറാമത്തുണ്ടോ ഈ വിവാഹത്തിന്? തിരിഞ്ഞില്ല. കല്യാണം കഴിച്ചോളൂ. കല്യാണം കഴിച്ചാൽ കണ്ണിനെ നിയന്ത്രിക്കാനും കഴിയും, ലൈംഗികാവയവത്തെ നിയന്ത്രിക്കാനും കഴിയുന്നു പുണ്യ റസൂൽ. അതെന്താ അങ്ങനെ ഒരു കറാമത്തതിന്? അതൊരു കറാമത്തും അല്ല. അവന് കണ്ണിന് ഇഷ്ടപ്പെട്ടതിനെ കല്യാണം കഴിക്കാൻ പാടുള്ളൂ എന്ന് ഹദീസിൽ വേറുണ്ട്. അങ്ങനത്തെ ഒന്ന് അവൻ്റെ കൂടെ ഉണ്ടാവുമ്പോൾ പിന്നെ വേറൊന്നിലേക്കൊന്നും നോക്കേണ്ട ആവശ്യമില്ല. ഒരു മാന്യൻ്റെ കാര്യമാണ് പറയുന്നത്. മാന്യന്മാരല്ലാത്തവരെ പറ്റി റസൂലുള്ളാഹിക്ക് ചർച്ചയില്ല സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നെ വേറൊന്നിലേക്ക് അവന് പോകേണ്ടയില്ല. അങ്ങാടി കൂടെ ഇറങ്ങി നടക്കുന്ന നേരത്ത് ഇതാ അഅജബത്ഹു ഇംറഅത്തുൻ ഫൽയതറദ്ദദ് ഇലാ ബൈതിഹി ഫൽയതറദ്ദ ഇലാ ബൈതിഹി ഔ കമാ ഖാൽ. മുസ്തഫ നബി പറഞ്ഞത്, അങ്ങാടി കൂടെ നടന്നു പോണ സമയത്ത് ഒരു പെണ്ണിനെ കണ്ടാൽ, അതന്നെ അത്ഭുതം തോന്നിയാൽ, അതിന്റെ സൗന്ദര്യത്തിൽ അത്ഭുതം തോന്നിയാൽ പിന്നെ യാത്ര നടത്തോടലല്ല വേണ്ടത്. ഫൽയർജി ഇലാ ബൈതിഹി, വീട്ടിലേക്ക് പോകണം എന്ന് പുണ്യ റസൂൽ. ആ പെണ്ണിൽ എന്തൊക്കെ ഉണ്ടോ അത് നിന്റെ വീടർ അടുത്തുണ്ടാവും എന്ന് പുണ്യ റസൂൽ സ്വല്ലല്ലാഹു. അത്രയും വ്യഭിചാരം, തെറ്റിനെ കണിശമായി എതിർത്ത മതമാണ് ബഹുമാനപ്പെട്ട ഇസ്ലാം. അതാണ് കാരണം. അപ്പോൾ വിവാഹത്തിന് പിന്നെ അവന്റെ കൂടെ ഒരു പെണ്ണ് എപ്പോഴും ഉണ്ട്. അവന്റെ എല്ലാ കാര്യത്തിനും പെണ്ണുണ്ട്. അപ്പോൾ പിന്നെ തെറ്റിന്റെ സാഹചര്യം ഇല്ല. 90 വയസ്സായിട്ട് എൻ്റെ വല്യപ്പ മരിച്ചത്. ചെറുപ്പത്തിൽ കല്യാണം കഴിച്ചതാണ്. ആ വല്യാപ്പിയും വല്യമ്മയും തമ്മിൽ എണ്ണപ്പെടുന്ന ദിവസങ്ങൾ മാറിക്കിടന്നിട്ടുണ്ടെങ്കിൽ ഉണ്ടാവും, അല്ലെങ്കിൽ അതിലും ഉണ്ടാവില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഏത് കാലത്തും അങ്ങനെ തന്നെയായിരുന്നു. തൊട്ടടുത്ത മഹല്ലാണ്. ഇനി ഒരു കാലത്ത് അങ്ങനെ പോയിരുന്നത് വല്യമ്മ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. പിന്നെ വിരുന്നു പോയാൽ വല്യപ്പ അങ്ങോട്ട് വരും. അങ്ങനെ ഇരുന്നു ജീവിതം. അവന് തെറ്റിന് സാഹചര്യം ഇല്ല. പിന്നെ അവർ മുത്തഖീങ്ങളാണ് താനും, അനാവശ്യത്തിലേക്ക് പോകില്ല. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. ഇതിപ്പോ നമ്മൾ കല്യാണം കഴിക്കണത് തന്നെ വിസക്ക് പൈസ തികയാത്തോണ്ടാ. പിന്നെ നമ്മൾ പോവുകയാണ്. ഇനി നമ്മൾ എന്നാ വരാന്ന് വെച്ചാൽ, നമ്മൾ അറബിക്ക് എന്നാണോ തോന്നിയത് അന്ന് നമ്മൾ വരും. നമ്മളെ കാര്യം ഇപ്പൊ നമ്മളെ കയ്യിലല്ല, അവന്റെ കയ്യിലാണ്. എന്നാണോ അത് വരും. തൽക്കാലം കൂട്ടിത്തരാം മുഹമ്മദ് മാഫി മാലിഷ് 500 റിയാൽ ഞാൻ ജിഹാദ് തരാം, ഒരു കൊല്ലം കൂടി അടിച്ച് തൽക്കാലം അത്യാവശ്യമുള്ളതാന്ന് പറഞ്ഞാൽ നടക്കേണ്ടി വരും. പിന്നെ നിൽക്കുകയും വേണ്ടി. ഇതാണ് ഇന്നത്തെ സാഹചര്യം. അപ്പോൾ പിന്നെ ഈ വിവാഹത്തിന്റെ അർത്ഥം എവിടെയാണ്? തീരെ ഇനി ഗൾഫ് പോവരുതെന്ന് പറയല്ല, ശ്രദ്ധിക്കണം. ഞാൻ നിങ്ങൾക്കൊരു ഹദീസ് പറഞ്ഞു തരാം. عن زيد بن أسلم قال بينما عمر يحرس المدينة മദീന അങ്ങാടി ഇങ്ങനെ പാറാവായി നടക്കുകയാണ് രാത്രിയിൽ സയ്യിദുന ഉമർ. فمر بامرأة في بيتها وهي تقول تطاول هذا الليل واسود جانب وطال علي ألا خليلا ألاعب فوالله لولا خشية الله وحده لحرك من هذا سريري جوانب ولكن ربي والحياء يكفني ويكرم باليا توطى مراكب. യാത്രയിൽ ഇങ്ങനെ മദീന പട്ടണത്തിൽ പാറാവ് നടക്കുകയാണ് സയ്യിദുന ഉമർ. തന്റെ ഭരണകാലം. ഒരു കുടിലിന്റെ ഉള്ളിൽ നിന്ന് ഒരു പെണ്ണിന്റെ ദീർഘനിശ്വാസം വിട്ട കവിത കേട്ടു.
എന്താ കവിത? രാത്രി നീണ്ടുപോയി, ഉറക്കം വരുന്നില്ല, പരിസരത്ത് എവിടെയും ഇരുട്ടാണല്ലോ, രാത്രി നീണ്ടുപോയല്ലോ, ഉറക്കം എനിക്ക് വരുന്നില്ല. എന്റെ കൂടെ കളിക്കാൻ ഒരു കൂട്ടുകാരൻ എനിക്കുണ്ടായിട്ട് കാലത്ര കഴിഞ്ഞുപോയി എന്ന് ഈ പെണ്ണിങ്ങനെ പറയുന്നുണ്ട്. വല്ലാഹി ലൗലാ ഖശിയത്തുല്ലാഹി വഹ്ദഹു ലഹുരിക മിൻ ഹാദാ സരീരി ജവാനിബു. പടച്ചോനെ പേടി മാത്രം ഉള്ളത് കൊണ്ടാണ്, ഇല്ലെങ്കിൽ ഈ കട്ടിലിനെ ചലിപ്പിക്കാൻ എനിക്ക് വേറൊരാളെ കിട്ടാത്തത് കൊണ്ടൊന്നുമല്ല എന്ന്. എന്റെ ബാക്കിയൊന്നും ഇനി ഞാൻ പറയുന്നില്ല. ഈ പെണ്ണ് ഇങ്ങനെ പാടുന്നത് കേട്ടു സയ്യിദുനാ ഉമർ. പിറ്റേന്ന് നേരം വെളുത്തപ്പോ അന്വേഷിച്ചു. ഭർത്താവ് അള്ളാന്റെ മാർഗത്തിൽ യുദ്ധത്തിന് പോയതാണെന്ന് വിവരം കിട്ടി സയ്യിദുനാ ഉമറിന് റളിയല്ലാഹു അൻഹു. فأرسل إليها تكون معه وبعث إلى زوجها فأقفله أقفله. ഭർത്താവിനും ഭാര്യക്കും മഹാനായ സയ്യിദുനാ ഉമർ വിവരം കൊടുത്തു, എത്രയും പെട്ടെന്ന് മടങ്ങി വരണം. ഭർത്താവ് വേഗം മടങ്ങി വരുമെന്ന് ഭാര്യക്ക് വിവരം കൊടുത്തു. വേഗം മടങ്ങി വരണമെന്ന് ഭർത്താവിനും സയ്യിദുനാ ഉമർ വിവരം കൊടുത്തു. റളിയല്ലാഹു. ഉറക്കപ്പറ സയ്യിദുനാ ഉമർ. കേൾക്കണേ. എന്നിട്ട് സ്വന്തം മകളായ ഹഫ്സ ബീവിയുടെ അടുത്തേക്ക് ചെന്നു. ഫഖാല, എന്നിട്ട് ചോദിച്ചു, യാ ബുനയ്യ കം തസ്ബിറുൽ മർഅതു അൻ സൗജിഹാ. ഭർത്താവില്ലാതെ ഒരു പെണ്ണിന് എത്ര ദിവസം ക്ഷമിച്ചു നിൽക്കാൻ കഴിയുമെന്ന് സ്വന്തം മകളായ ഹഫ്സയോട് ചോദിച്ചു റളിയല്ലാഹു അൻഹാ. ഉമ്മുൽ മുഅ്മിനീനായ ഹഫ്സയോട് ചോദിച്ചു റളിയല്ലാഹു അൻഹാ. ഫഖാലത്ത്, അവർ പറഞ്ഞു, സുബ്ഹാനല്ലാഹ്, നിങ്ങളെപ്പോലത്തെ ഒരാൾ എന്നെപ്പോലത്തെ ഒരാളോട് ചോദിക്കാൻ പറ്റുമോ ഉപ്പ എന്ന് ചോദിച്ചു. സ്വന്തം മകളോട് ബാപ്പ പോയി ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, മുസ്ലിം സമുദായത്തിന് ഗുണം ചെയ്യുന്ന ഒരു കാര്യം വിധി കൽപ്പിക്കണമെന്നുണ്ട്, അതിനു വേണ്ടിയാണ് എന്നോട് ചോദിച്ചത്. ഇത് അള്ളാഹുവിന്റെ ദീനിന് വേണ്ടിയാണ്, ഇല്ലെങ്കിൽ ഞാൻ എന്നോട് ചോദിക്കുകയില്ല എന്ന് പറഞ്ഞു സയ്യിദുനാ ഉമർ. ഫഖാലത്ത്, അപ്പോൾ പറഞ്ഞു, ഖംസത്തു അശ്ഹുരിൻ ഔ സിത്തത്തു അശ്ഹുരിൻ എന്ന് പറഞ്ഞു. ഒന്നിരിക്കൽ 5 മാസം അല്ലെങ്കിൽ 6 മാസം. ഒരു പെണ്ണിന് ഭർത്താവില്ലാതെ 5 മാസം അല്ലെങ്കിൽ 6 മാസം ക്ഷമിക്കാൻ കഴിയുമെന്ന് ഈ ഹഫ്സ റളിയല്ലാഹു അൻഹ സ്വന്തം ഉപ്പയായ സയ്യിദുനാ ഉമറിനോട് പറഞ്ഞു റളിയല്ലാഹു. എവിടെ പോയാലും യുദ്ധക്കളത്തിൽ പോയാൽ വരെ 6 മാസത്തിൽ വീടടഞ്ഞോളം എന്ന നിയമം വെച്ചു സയ്യിദുനാ ഉമർ. ചിന്തിക്ക്, ബാക്കിയൊന്നും പറയണില്ല. വളരെ ചിന്തിക്കണം. വഖത്ത് നിശ്ചയിച്ചു. വൈബുർരിജാലിന്, ആണുങ്ങൾ പെണ്ണുങ്ങളെ തൊട്ട് മാറി നിൽക്കുന്ന സമയത്തിന് സമയം നിശ്ചയിച്ചു ബഹുമാനപ്പെട്ട സയ്യിദുനാ ഉമർ. നാട്ടിൽ ഉണ്ടെങ്കിൽ ഭർത്താവ് 4 ദിവസത്തേക്കാൾ കൂടുതൽ ഭാര്യയുമായി ശാരീരിക ബന്ധം പുലർത്താതിരിക്കരുത് എന്നാണ്. 4 ഭാര്യമാർ ഒരാൾക്കുണ്ടാകാം. അതുകൊണ്ടാണ് 4 ദിവസം എന്ന് വഖത്ത് വെച്ചത് ധാരാളം തഫ്സീറുകളിൽ കാണാം. നാട്ടിലുണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ അവൾക്ക് സമ്മതിക്കണം. ശറഅ് ആയതുകൊണ്ട് പറയുകയാണെ, ശറഅ് ആയതുകൊണ്ട് പറയാങ്ങളൊന്നും വിചാരിക്കരുത്. ശറഅ് ആയതുകൊണ്ട് പറയൽ നിർബന്ധമാണ്, അതുകൊണ്ട് പറയാം. നാട്ടിലില്ലെങ്കിലോ 5 മാസം അല്ലെങ്കിൽ അങ്ങോട്ട് പോകാൻ 1 മാസം, യുദ്ധക്കളത്തിൽ നിൽക്കാൻ 4 മാസം, തിരിച്ചു വരാൻ മാസം, അങ്ങനെ മൊത്തം 6 മാസം എന്ന് വഖത്ത് നിശ്ചയിച്ചു. ഗൈബത്തുൽ റിജാലിനെ, ആണുങ്ങൾ പെണ്ണുങ്ങളിൽ നിന്ന് മാറി നിൽക്കാൻ, മതികളായ പെണ്ണിൽ നിന്ന് ഭർത്താക്കന്മാർ മാറി നിൽക്കാൻ 4, 5, 6 മാസം, അതിലേറെ പാടില്ല എന്ന് വഖത്ത് നിശ്ചയിച്ചു സയ്യിദുനാ ഉമർ. നിങ്ങൾ എന്നെ കണ്ണുറ്റി പേടിപ്പിക്കണ്ട, ഇതിന്റെ ബാപ്പ ഇവിടെ പറഞ്ഞേൽപ്പിച്ച് പോയതല്ല, ഇത് ഇസ്ലാം മതത്തിന്റെ നിയമമായതുകൊണ്ട് ഞാൻ പറയുകയാണ്. നിങ്ങൾ എന്നെ കണ്ണുറ്റി പേടിപ്പിക്കല്ലേ, ഇത് കാര്യം മനസ്സിലാക്കി ഇത് പറയണ്ടേ. ഇതെന്നെങ്കിലും ഒരു കഥ പറഞ്ഞ് പോയാൽ പോരല്ലോ, വളരെ ചിന്തിക്കണം. വേറെയും ധാരാളം സംഭവങ്ങൾ കാണാം. ഒരു പെണ്ണ് വന്നു, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹുവിന്റെ അരികിലേക്ക് വന്നു. എന്ത് പറഞ്ഞു? ഇതാ എന്റെ ഭർത്താവിനെ പറ്റി എനിക്ക് പറയാൻ വലിയ മടിയുണ്ട്, അമ്മൂപ്പിനെ വലിയ അള്ളാന്റെ ത്വാഅത്തിലായതുകൊണ്ട് എനിക്ക് വലിയ വിഷമമുണ്ട്, രാത്രി മുഴുവൻ നിസ്കരിക്കുകയാണ്, അതാണ് എൻ്റെ അന്യായം, എൻ്റെ ഭർത്താവ് രാത്രി മുഴുവൻ നിസ്കരിക്കുകയാണ് എന്ന് പറഞ്ഞു. വിധി കൽപ്പിച്ചു. ഭർത്താവിനെ വിളിച്ചിട്ട് ഞാൻ വിശദീകരിക്കണില്ല, ഭർത്താവിനെ വിളിച്ചു വരുത്തിയിട്ട് ചോദ്യം വിചാരണ ചെയ്തു. കൂടെ ആളെ നിർത്തി മുസ്തശാരിങ്ങളായ സഹാബികളെ കൂട്ടിയിട്ട് വിധി കൽപ്പിച്ചു.
ഭാര്യയുടെ സമ്മതമില്ലാതെ രാത്രി പൂർണ്ണമായി നിസ്കരിക്കാൻ പാടില്ല. 3 ദിവസം നിസ്കരിക്കാം. രാത്രി മുഴുവൻ നിസ്കരിക്കണം എന്നുണ്ടെങ്കിൽ 3 ദിവസം നിസ്കരിക്കാം. 4-ാം ദിവസം ഭാര്യയുടെ അടുത്ത് പോയിക്കൊള്ളണം എന്ന് വിവരം കൽപ്പിച്ചു. പിന്നെ ചില പ്രത്യേക സന്ദർഭങ്ങൾ പറ്റും. ഉദാഹരണം, സാധാരണയായി ഭാര്യയോട് കൂടെ ജീവിക്കുന്ന ഒരാൾ റമളാനിലെ അവസാനത്തെ 10 ഭാര്യയുടെ അടുത്ത് പോയില്ല, അതിൽ വിരോധമൊന്നുമില്ല. അവൻ ഭാര്യയുടെ കൂടെ ജീവിക്കുന്ന ഒരാളാണ്, വിരോധമൊന്നുമില്ല. ഇത് ശറഅാണ്. അതുകൊണ്ട് നമുക്ക് വിഷയം ഗൗരവം തന്നെയാണ്. നമ്മൾ ആരോടും പറഞ്ഞില്ല, അങ്ങോട്ട് പറഞ്ഞില്ല, അങ്ങോട്ട് പറഞ്ഞില്ല, എല്ലാവരും മനസ്സിലിങ്ങനെ വീർപ്പിർത്തി എന്നാൽ ഈ ജാതി പാട്ട് പാടേണ്ടി വരും. അപ്പൊ ഇസ്ലാമിന്റെ നിയമം പാലിച്ചാൽ യാതൊരു പ്രശ്നമല്ല. അപ്പൊ ഇവിടെ വളരെ ചിന്തിക്കേണ്ടത് എന്താണെന്നറിയോ? 2-3-4 ആളുകളാണ് ഇതിൽ ഗൗരവമായി നമ്മൾ ചിന്തിക്കേണ്ടത്. ഒന്ന്, നാട്ടില് ഗൾഫില് കുടുംബത്തോടു കൂടെ ജീവിക്കുന്ന ബിസിനസ്സുകാരാണെങ്കിൽ ഓക്കെ, നല്ലതാണ്, അൽഹംദുലില്ലാ, നല്ല കാര്യം. ഇനി വലിയ ബിസിനസ് ഒന്നുമില്ല, ഇടത്തരക്കാരാ, എന്നാലും ഫാമിലിയോട് കൂടിയാണ് ഗൾഫിൽ, അതിന് വിരോധമല്ല. ഇനി 2 വിഭാഗമുണ്ട്. ഒരു വിഭാഗം എപ്പോഴെങ്കിലും വന്നു പോകുന്ന ഇടത്തരക്കാരാണ്. അത് പ്രശ്നം തന്നെയാണ്, അത് വലിയ വിഷയം തന്നെയാണ്. തെർബിയത്തിൽ ഔലാദിലും ഭാര്യയെ തൃപ്തിപ്പെടുത്തുന്ന കാര്യത്തിലും പ്രശ്നം തന്നെയാണ്. എന്നോട് 25 കൊല്ലത്തോളം ഗൾഫിൽ നിന്ന ഒരു സഹോദരൻ്റെ ഒരു കുടുംബം എന്നോട് സംസാരം മധ്യത്തെ പറഞ്ഞു, ഞങ്ങൾ തമ്മിൽ ഇപ്പോൾ ഈ 25 കൊല്ലത്തിനിടയിൽ കൂടിക്കഴിഞ്ഞത് ഒരു 600 ചില്ലാനം ദിവസമാണ്. ആകെ 25 കൊല്ലം കഴിഞ്ഞു. ഗൾഫ് പോയിട്ട് 983 പോയതാ. അത് കഴിഞ്ഞ് 25 കൊല്ലം കഴിഞ്ഞ് വന്ന ആള്, പിന്നെ ആളെ അവസ്ഥ എന്ന് വെച്ചാൽ അറ്റാക്ക് ആയിട്ടാണ് വന്നതന്നെ. പിന്നെ ഒന്നിനും വയ്യാത്തൊരു കാലഘട്ടത്തിൽ ഉള്ളതൊക്കെ പോയി, എല്ലാം കഴിഞ്ഞു. ഞാൻ വേണ്ട എന്ന് പറയല്ല, നിയന്ത്രിക്കണം. ദുനിയാവ് വളരെ ശ്രദ്ധിക്കണം, ചെയ്യേണ്ടത് ചെയ്യണം, നമ്മളെ ബാധ്യതയാണ്. സ്വന്തം ശരീരത്തോട് നിനക്ക് ബാധ്യതയുണ്ട് പുണ്യനബി. അങ്ങനെയുണ്ട്. നഫ്സിന് ചില കാര്യങ്ങൾ ആവശ്യമുണ്ടാവും, നഫ്സിന് തട്ടിക്ക് ആവശ്യമുണ്ടാവും. ആവശ്യത്തിൽ അത് ചെയ്തിട്ടില്ലെങ്കിൽ അനാവശ്യത്തിലേക്ക് നഫ്സ് ആഗ്രഹിക്കും. അള്ളാഹു നമ്മളെ കാക്കട്ടെ. അപ്പൊ നഫ്സിനെ ആവശ്യത്തിൽ പിടിച്ചു നിർത്തണമെങ്കിൽ അത് അങ്ങനെ ചെയ്യേണ്ടി വരും. നിന്റെ എണ്ണയോട് നിനക്ക് ബാധ്യതയുണ്ട് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതൊക്കെ നിനക്ക് ബാധ്യതപ്പെട്ട കാര്യമാണ്. നിന്നെ കാണാൻ വരുന്നവരോട് നിനക്ക് ആരോടാ ഇതാരോടാ ഹബീബാ നബി പറഞ്ഞു? നേരം വെളുക്കുന്നവരെ നിസ്കരിക്കുന്ന ആളോട് പുണ്യ നബി പറഞ്ഞു, ഞാൻ എന്റെ ഭാര്യമാരെ സന്തോഷിപ്പിക്കുന്ന ആളാണ്, എന്നെക്കാൾ ആഗ്രഹിക്കുന്നവൻ എന്നിൽപ്പെട്ടവനല്ലെന്ന് പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ നിയമങ്ങൾ മുഴുവനും കൂടെ വായിക്കണില്ല, പക്ഷെ വളരെ ഗൗരവമാണ്, വളരെ ചിന്തിക്കണം. ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു യഅതിഹാ ഫീ കുല്ലി 4 ലയാലിൻ മറ വഹുവ അഅദലു ഇലാ അദദി നിസാഇ 4 ഫജാസ തഅഖിറു ഇലാ ഹാദൽ ഹദ്ദി ഫയൻബഗി അൻ യസീദ വ യൻഖുസ ബിഹസ്ബി മാ ഹാജതിഹാ ഫി തഹ്സീൻ ഫഇന്ന തഹ്സീനഹാ വാജിബുൻ അലൈഹി. ഭാര്യയുടെ പാതിവൃത്യം നിലനിർത്താൻ അവൾ അനാവശ്യത്തെക്കുറിച്ച് ചിന്തിക്കാതെ നിലനിർത്തൽ ഫഇന്ന തഹ്സീനഹാ വാജിബുൻ അലൈഹി, അവന്റെ ബാധ്യതയാണെന്ന് സയ്യിദുനാ ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, ഞാൻ ഈ വിഷയം മുഴുവൻ ഇവിടെ നിങ്ങളുടെ മുന്നിൽ സമർപ്പിക്കുകയാണ്. അതുകൊണ്ട് കാര്യങ്ങൾ വളരെ നമ്മൾ ചിന്തിക്കുക. ഒന്ന് തർബിയത്തുൽ ഔലാദ്. ഇവിടെ ഗൗരവമായി കണക്കിലാക്കേണ്ട ഒരു വിഷയം എന്താണെങ്കിൽ, ഈ ഇടത്തരക്കാരെയും താഴേക്കടയിലുള്ളവരെയും നാട്ടിൽ വരാൻ സമ്മതിക്കാത്ത ഒരു വിഭാഗം കുടുംബക്കാരാണ്. ഇതൊരു പ്രവാസ ചന്ദ്രികയാണ്. ഈ പ്രവാസ ചന്ദ്രികയിൽ ഗൾഫുകാരൻ തിരിച്ചു വരുന്നത് നാട്ടിലെ കുടുംബം ഇഷ്ടപ്പെടുന്നുണ്ടോ എന്നൊരു ഫീച്ചർ നടത്തിയിട്ടുണ്ട് അവർ. ആ ഫീച്ചറിൽ കുറെ ആളുകൾ അവർ ഇന്റർവ്യൂ ചെയ്യുന്നുണ്ട്. ആ ഇന്റർവ്യൂവിൽ പലതും പറയുന്നുണ്ട്. 1-2 പെണ്ണുങ്ങളും അഭിപ്രായം, ഏത് കുടുംബവും എല്ലാവരും കൂടെ ഉണ്ടായിരിക്കണം എന്നാണ് ആഗ്രഹിക്കുന്നത്. എങ്കിലും ഇന്നത്തെ ജീവിത രീതിയും വിലക്കയറ്റവും ആശങ്കയായി മനസ്സിലുണ്ട്. എൻ്റെ പിതാവും ഭർത്താവും എല്ലാം ഗൾഫിലാണ്. അവരെല്ലാം ഇവിടെ തന്നെ ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്നു. പക്ഷെ നാട്ടിലെത്തിയാൽ അവർ എന്ത് ജോലി ചെയ്യും? ഇവിടുത്തെ സാഹചര്യത്തിൽ ഒത്തുപോകാൻ പറ്റുമോ? ജുവേരിയ സലാം മലപ്പുറം, ഷീബ അമീർ തൃശ്ശൂർ. ഷീബ അമീർ എന്നാണ്. ഇപ്പൊ എങ്ങനെ ആയതൊന്നും അല്ലാഹു ആലം. ഷീബ അമീർന്ന് അങ്ങനെ വന്നൊന്നും അല്ലാഹു ആലം. അതൊക്കെ ഇപ്പൊ ഇതിന്റെ ഭാഗം തന്നെയാണ്. തീർച്ചയായും തിരിച്ചു വരണം. ഒരു പ്രവാസിയുടെ ഏറ്റവും വിലപ്പെട്ടവരെയും മറ്റും ഉപേക്ഷിച്ചുള്ള പോക്കാണ്. അവരെ നഷ്ടബോധം വേട്ടയാടുന്നുണ്ട്. ചിലപ്പോൾ വൃത്തികേട് കൊണ്ടാകാം. കുറെ കഴിയുമ്പോൾ തിരിച്ചു വരുന്നത് കുടുംബത്തിന് ആശ്വാസമാകും. എന്നാൽ തിരിച്ചു വന്ന നാട് അതേത് നിലയിൽ പ്രവാസിയെ അടയാളപ്പെടുത്തുമെന്നത് വലിയ പ്രശ്നമാണ്. ഇവിടെയുള്ള സാഹചര്യമായിരിക്കില്ല
അവിടെയുള്ള സാഹചര്യമല്ല ഇവിടെ. അതിനാൽ അവർക്ക് പലപ്പോഴും ഒത്തുപോകാൻ കഴിഞ്ഞെന്നും വരില്ല. അപ്പൊ പിന്നെ എന്താ പ്രശ്നം അറിയോ? കുറെ കൊല്ലങ്ങളായി പിന്നെ ജയിലിൽ കിടക്കുന്ന ഒരാൾ തിരിച്ചു വരാൻ പിന്നെ ഒരാൾ ആഗ്രഹിക്കൂലല്ലോ എന്നതുപോലെയുള്ള പാവപ്പെട്ട ഒരു വിഭാഗമായി മാറുകയാണ് ആര്? ഗൾഫുകാർ. ഇതില് ദുബായ് പുഴ എന്ന പുസ്തകം കൃഷ്ണദാസിന്റെ പുസ്തകമാണ്. 5-6 കൊല്ലം കൊണ്ട് 11,000-ലേറെ കോപ്പികൾ വിറ്റ പുസ്തകം കൃഷ്ണദാസിന്റെ ഈ പുസ്തകത്തിൽ പറയുന്നത് പിന്നെ ഒരുപാട് ആളുകൾ തൂങ്ങി മരിച്ച കഥ പറയുന്നുണ്ട്. ഗൾഫുകാർ അനവധി ആളുകൾ തൂങ്ങി മരിച്ച കഥ പറയുന്ന പുസ്തകമാണ്. അവസാനം തൂങ്ങി മരിക്കുക. കാരണം ഒന്നുമില്ല, അവിടെയും സ്വീകാര്യതയില്ല, ഇവിടെയും സ്വീകാര്യതയില്ല, ഒന്നുമില്ല, അവിടെയും സ്വീകാര്യതയില്ല, ഇവിടെയില്ല, ഒന്നുമില്ല. അങ്ങനെ ആയിട്ട് അവസാനം കെട്ടിടത്തിന്റെ മച്ചിൽ തൂങ്ങി മരിക്കുകയാണ്. അറബികൾ ചില മരണങ്ങൾക്ക് ലിപ്റ്റൺ മരണം എന്ന് പറയൂ. ഉത്തരേ മനസ്സിലായില്ല? കേട്ടിട്ടുണ്ടാ? അങ്ങനെ മനസ്സിലായില്ല. ചില മരണങ്ങൾക്ക്, ചില മലയാളികളായ ഗൾഫുകാരുടെ മരണത്തിന് അറബികൾ ലിപ്റ്റൺ മരണം എന്ന് പറയത്തില്ല. ലിപ്റ്റൺ അറിയില്ല? ലിപ്റ്റൺ ചായക്ക് ഗൾഫിലുള്ളത് മറ്റെന്താണ്? എന്ത്? സഞ്ചി ഇങ്ങനെ തൂക്കുക ചെയ്യും. അവസാനം എവിടെയെങ്കിലും കമ്പിമ തൂങ്ങിയിട്ട് മരിക്കുമ്പോ ലിപ്റ്റൺ മരണം എന്നാ അത്ര ഗൾഫർ ഈ മരണത്തെ പറ്റി പറയാ. അനവധി സംഭവങ്ങൾ കൃഷ്ണദാസ് ദുബായ് പുഴ എന്ന ഈ പുസ്തകത്തിൽ പറയുന്നുണ്ട്. ഞാൻ വിശദീകരിക്കുന്നില്ല. കാര്യം വളരെ അപകടകരമാണ് വിഷയം. അതുകൊണ്ട് നമ്മൾ പുനഃപരിശോധിക്കേണ്ട ഘട്ടം വന്നിരിക്കുന്നു. ഉള്ള പ്രധാനപ്പെട്ട നമ്മളെ കൃഷിസ്ഥലങ്ങളൊക്കെ നിരത്തിയിട്ട് അവിടെ വീട് വെക്കുന്നതൊക്കെ നമ്മൾ പുനഃപരിശോധിക്കണം. കൃഷിയെ നമ്മൾ തിരിച്ചു കൊണ്ടുവരണം. നാട്ടിൽ ജോലി ചെയ്യാൻ നമ്മൾ തയ്യാറാകണം. സഗീറിന്റെ പുസ്തകത്തിൽ പറയുന്നുണ്ട്, ഒരു പിന്നെ തെണ്ടി വരുന്ന ആള് പിന്നെ തമിഴ് പറയുമ്പോൾ വീട്ടുകാർ പറയുന്നുണ്ട് മലയാളികൾ തെണ്ടില്ല, മലയാളികൾക്ക് തെണ്ടാൻ അറിയില്ല, മലയാളികൾ ആത്മഹത്യ ചെയ്യുള്ളൂ, തെണ്ടില്ല. തെണ്ടാൻ നമ്മൾ മറന്നുപോയി. അവസാനം തെണ്ടാനൊരു പണിയെങ്കിലും എടുക്കുക, അതും വയ്യാത്ത അവസ്ഥയിൽ. അപ്പൊ ദുരഭിമാനം ഒന്നിനും പറ്റാത്തൊരു കോലത്തിലാക്കിയിട്ടുണ്ട് പലരെയും. അപ്പൊ ചുരുക്കത്തിൽ കാര്യം വളരെ അപകടമാണ്. അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി ആരെയും ആക്ഷേപിക്കാൻ വേണ്ടിയല്ല. ഗൾഫുകാർ ഒന്നടങ്കം നാട്ടിൽ തിരിച്ചു വരണമെന്ന് വാദമില്ല. പക്ഷേ മാത്രമല്ല, ഇനി വലിയ ബിസിനസ്സുകാർ ശ്രദ്ധിക്കണം. വലിയ ബിസിനസ്സുകാരുണ്ട് എമ്പാടും. രാവിലെ ഇവിടെ, വൈകുന്നേരം ഗൾഫിൽ, ദിവസം വന്നു പോകാൻ കഴിയുന്ന ബിസിനസ്സുകാരുണ്ട്. മലയാളിയായി പത്തേമാരിക്ക് പോയി അവിടെ കൂടുന്ന ബിസിനസ്സുകാരുണ്ട്. പക്ഷെ ഈ ബിസിനസ്സുകാര സ്ഥാപനങ്ങളിലും ആയിരക്കണക്കായ മലയാളികൾ ജോലി ചെയ്യുന്നുണ്ട്. ആ മലയാളികളുടെ അവസ്ഥയും 2-3 കൊല്ലം കഴിഞ്ഞാൽ ഇവരും പറഞ്ഞേക്കൂല. ചിലപ്പോൾ അറബികളെക്കാൾ കഷ്ടമാണ് ഇത്തരം ബിസിനസ്സുകാർ. അപ്പൊ അവരും ചിന്തിക്കണം, ഒരു കൊല്ലത്തിലെങ്കിലും നാട്ടിൽ തിരിച്ചു വരാനുള്ള സാഹചര്യത്തെ പറ്റി ആലോചിക്കണം. കഴിവുള്ളവർ 6 മാസത്തിലെങ്കിലും തിരിച്ചു വരണം. അങ്ങനെയൊക്കെയുള്ള പോക്ക് പോയാൽ മതിയാവും. സമ്പാദ്യമൊന്നും വേണ്ട. സാലിഹായ മക്കളുണ്ടായാൽ അതാണ് ഏറ്റവും വലിയ സമ്പാദ്യം. അള്ളാഹു സുബ്ഹാനഹു വ തആല സാലിഹായ ആലിമിന്റെ ബാപ്പാക്ക് അള്ളാഹു പരലോകത്ത് കിരീടം വെച്ചു കൊടുക്കുമെന്ന് മുസ്തഫ നബി പറഞ്ഞിട്ടുണ്ട്. അതങ്ങനെ തന്നെ അവന്റെ തെർബിയത്ത് ചെയ്തവരെ കൂടെ നിന്ന് വളർത്തി അങ്ങനത് ചെയ്തു പോകാൻ അള്ളാഹു നമ്മെ തൗഫീഖ് കൊണ്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് എല്ലാവർക്കും ആരെങ്കിലും മനസ്സ് വേദനിച്ചിട്ട് പോയിട്ടുണ്ടെങ്കിൽ ഒന്നും ഞാൻ കരുതി കൂട്ടിയല്ല, നന്മക്ക് വേണ്ടി മാത്രമാണ്, ആരെയും വേദനിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല. ഇത് യാഥാർത്ഥ്യമായതുകൊണ്ട് ഞാൻ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. എല്ലാവരും ക്ഷമിക്കണമെന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുന്നു. റബ്ബന അലൈക തവക്കൽന വ ഇലൈക അനബ്ന വ ഇലൈകൽ മസീർ ഹസ്ബുനല്ലാഹു വ നിഅമൽ വകീൽ നിഅമൽ മൗല വ നിഅമൻ നസീർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അളീം. അല്ലാഹു ഞങ്ങൾക്കൊക്കെ നീ പൂർത്തി തരണമേ റബ്ബേ. ഞങ്ങളൊക്കെ നിന്റെ ഫിർദൗസ് കൊണ്ട് അനുഗ്രഹിക്കണമേ റബ്ബേ. ഒരുപാട് യൗവനങ്ങൾ ഗൾഫിൽ പോയി ഹോമിച്ചിട്ടുണ്ട്. ഒരുപാട് യുവതികൾ ഭർത്താക്കന്മാർ ഗൾഫിലായതിന്റെ പേരിൽ ജീവിതം മുഴുവനും യൗവനം കയ്പ് നീര് കുടിച്ചനുഭവിച്ച് തീർത്ത് വേദന കൊണ്ട് പൊളഞ്ഞ് അവസാനം മരണപ്പെട്ടു പോയിട്ടുണ്ട്. അവർക്കൊക്കെ ഈ അമലിന്റെ മിഥ്യാസവാബ് നീ എത്തിച്ചു കൊടുക്കണമേ തമ്പുരാനെ. അവർക്ക് ഇവിടെ അനുഭവിക്കാൻ കഴിയാത്തത് അവിടെ അനുഭവിക്കാൻ തൗഫീഖ് ചെയ്യണമേ റബ്ബേ. റബ്ബന ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ തവഫനാ മുസ്ലിമീന വഅൽഹിഖ്നാ ബിസ്സാലിഹീൻ ബിഫളലി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ്. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം.